ലൈഫിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, മുകേഷ് അംബാനിയോ അംബാനിയൊക്കെയാണ് നിങ്ങളെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യും? അവസാനം വരെ കേൾക്കും അല്ലേ? എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അതിന് സമയം മാറ്റിവെക്കും. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങളെ ഒരു അംബാനി ആക്കാനും അതുപോലെ തന്നെ ഒരു യൂസുഫ് അലി ആക്കാനൊക്കെ ഉള്ള ഒരു വരുമാന മാർഗത്തിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇരിക്കാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം പുതിയൊരു ബിസിനസ് പുതിയൊരു തലവേദനയാണ്. എന്നാൽ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ 3 തലമുറയുടെ ഭാവി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പാസീവ് ഇൻകമാണ് ഇത്, ഈ ഒരു ബിസിനസ്. മറ്റൊരു ബിസിനസ്സിലും ഇല്ലാത്തൊരു പ്രത്യേകത ഈ ബിസിനസ്സിനും ഉണ്ട്. കൂടെയുള്ളവരെ വിജയിപ്പിച്ചാൽ നമുക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം? സ്ക്രീൻ ഷെയർ ചെയ്യാം. തിരക്കുകൾ ഉള്ളവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് തിരക്കുണ്ട് അല്ലേ? എന്തെങ്കിലും ഈ തിരക്കിന്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ പറ്റിയിട്ട് കിടന്നു പോയാൽ, ഒന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ തിരക്കുകളൊക്കെ എവിടെ പോകും? അങ്ങനെ ഒന്ന് ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള വരുമാനം നിങ്ങൾ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യും, എത്രമാത്രം സംരക്ഷിക്കും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചുറ്റുഭാഗത്തിനും കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ചെറുകിട കടകളാണ് എന്ത് ചെയ്യുന്നത്? ഓരോ മാസങ്ങളിലും പൂട്ടിപ്പോകുന്നത്. കേരളത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഫീസ് കൂടിക്കൊണ്ടിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ത് ചെയ്യുന്നു? കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നു? ടാക്സ് കാര്യങ്ങൾ അതും എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലോൺ എടുത്തവർക്ക് ലോൺ അടക്കാൻ പണമില്ല. EMI ഉള്ളവരുടെ EMIകൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചുറ്റിലും പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ ഡാമർ ലൈഫ്സിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ ഡാമർ ലൈഫ്സ് എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, എനിക്ക് ജീവിതം തന്നത് ഒരു ഉപ്പയും ഉമ്മയാണെങ്കിൽ കൂടി, ജീവൻ തന്നത് ഒരു ഉപ്പയും ഉമ്മയും കൂടി ആണെങ്കിൽ കൂടി, എനിക്കൊരു ജീവിതം സമ്മാനിച്ചത് ഓക്കെ അതെന്റെ ഡാമർ ലൈഫ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം മേടിച്ചെന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതും എനിക്ക് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഡാമർ ലൈഫ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഏതൊരു മേഖലയിലും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ആ മേഖലയിൽ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് ആ മേഖലയിൽ വന്നവരെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. യെസ് ഓർ നോ? അല്ലേ? നമ്മളെക്കാൾ മുമ്പ് ആ മേഖലയിൽ വന്നവരെ ഒന്ന് എടുത്തു നോക്കി അവരുടെ അച്ചീവ്മെന്റ്സ് ഒന്ന് നോക്കിയാൽ മതി നമുക്ക് എത്രമാത്രം വിജയിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന, നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി, അദ്ദേഹത്തിന് നല്ലൊരു വീടുണ്ടോ, നല്ലൊരു കാറുണ്ടോ, അദ്ദേഹം എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തു നോക്കുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ മേഖലയുടെ കൂടെ ഈ മേഖല നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വലിയ വിജയത്തിലേക്ക് നിങ്ങൾ മാറണം. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിക്ക് വിജയം സാധ്യതമായിട്ടുള്ള ഒരു മേഖലയാണെങ്കിൽ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യാം? എത്ര പേർക്ക് കയറി വന്നാലും വിജയിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇതിനൊരു സാധ്യതയുണ്ട്. ഒരുപാട് പേര് വിജയിച്ചൊരു മേഖല ആയതുകൊണ്ട് ആ വിജയിച്ചവരിൽ വീട്ടമ്മമാരുണ്ട്. അപ്പൊ ഇതിലുള്ള വീട്ടമ്മമാരെ ഹാപ്പിയാണ്. നിങ്ങൾക്കും ഈ മേഖലയിൽ വിജയിക്കാം. ഈ മേഖലയിൽ വിജയിച്ച 10ഓളം ടീച്ചർമാരുടെ വരുമാനം ഒറ്റക്ക് വാങ്ങിക്കുന്ന ടീച്ചർമാരുണ്ട് ഇവിടെ. ഓക്കെ, രാവിലെ 9:30-10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സ്കൂളിൽ പോവാതെ തന്നെ 4-5 പ്രിൻസിപ്പൽമാരുടെ വരുമാനം വരെ മേടിക്കുന്ന ടീച്ചർമാർ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഇന്ന് നിങ്ങളോട് MC ആയിട്ട് സംസാരിച്ച ദീപ മാഡം ഒരു ടീച്ചറാണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ആ പ്രൊഫഷൻ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പ്രൊഫഷൻ ഏറ്റെടുക്കാനുള്ള കാരണം എന്താ? അവരുടെ ഡ്രീംസ് ആയിരുന്നു ഒരു കാലത്ത് അത്. ഓക്കെ, അപ്പോൾ 5 വർഷം മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ചിന്തിച്ചത് എന്നുള്ളത് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ എന്നെ നന്നായിട്ട് അറിയുന്ന, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നന്നായിട്ട് അറിയുന്ന ആളുകൾ ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട്. എൻ്റെ അയൽവാസികൾ വരെ ഈ മീറ്റിങ്ങിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഈ വാഷിംഗ് പൗഡർ കൊണ്ടൊന്നും ഇവൻ എവിടെ എത്തൂല എന്ന് കൂട്ടത്തിലുള്ളവർ പറഞ്ഞപ്പോൾ കയ്യും കെട്ടി ചിരിച്ചവരും ഈ കൂട്ടത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട്. ഓക്കെ, ഇന്നത്തെ മീറ്റിംഗ് അടിപൊളിയാക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ക്ലിയർ?
ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് എന്തുണ്ട് ഇവിടെയുണ്ട്. പല ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള, പല ജോലിയിൽ നിന്ന് വന്നിട്ടുള്ള, പല MLM ഇന്നിവിടെ വന്നിട്ടുള്ള 300 സംതിങ് പേരിൽ ഏകദേശം 250ഓളം പേര് ഞാൻ പറയുന്നു മറ്റുള്ള കൺസെപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടിട്ടും മറ്റൊരു MLM നല്ലൊരു മേഖലയാണെന്നറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പക്ഷെ അവർക്ക് വിചാരിച്ചതുപോലെ ഒരു കൺസെപ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ളവരാണ് ഇതിന്റെ മുക്കാഭാഗവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡയമണ്ട് ലൈഫ്സ്. അപ്പൊ ഞാൻ എൻ്റെ അച്ചീവ്മെന്റ്സുകൾ ഒന്ന് പറയാം. ഈ മേഖലയിൽ ഞാൻ നേടിയെടുത്തിട്ടുള്ള ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സുകൾ. ഞാൻ ഈ കമ്പനിയുടെ ആദ്യത്തെ ഒരു മീറ്റിംഗ് പൂനൂർ എന്ന് പറയുന്ന ഇഷാത്ത് സ്കൂളിന്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇത് കേൾക്കുന്നത്. ഒരു 16 പേരുടെ മീറ്റിംഗ് ആയിരുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ട് ഈ ബിസിനസിനെ പറ്റി മനസ്സിലാക്കി. പിന്നെ മറ്റൊരു മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്കൊരു വാശിയായി, 5 പണക്കാരുടെ കൂട്ടത്തിൽ ഒരു പണക്കാരനായിട്ട് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, പണക്കാരനാണെന്ന് തോന്നിക്കുന്ന നേട്ടങ്ങൾ വേണം, അല്ലേ? അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ മാനേജ്മെന്റുമായിട്ടും ഇതിന്റെ ടോപ്പ് ലീഡേഴ്സുമായിട്ടും ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം, വലിയ വലിയ അച്ചീവ്മെന്റ്സുകൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പൊ എൻ്റെ അന്ന് ശ്രദ്ധ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ്സ് ആയിരുന്നു ബൈക്ക് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്തൊരു 3.5-4 മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബൈക്ക് ഫണ്ട് എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. ഓക്കെ, അതിന്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ബൈക്ക് ഫണ്ട് അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെ കമ്പനിയുടെ ആദ്യത്തെ കോഴിക്കോട് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ, ഇതാണ് നമ്മുടെ കമ്പനിയുടെ MD, ഇദ്ദേഹമാണ് ഹക്കീം സാർ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ മെന്ററായിട്ടുള്ള ഒരാളാണ് സഫ്വാൻ സാർ. ഓക്കെ, സഫ്വാൻ സാറിനൊക്കെ പറ്റി പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ നെഗറ്റീവ് പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് അടുത്ത 2 വർഷം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ലൈഫ് മാറ്റിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതാണ് എൻ്റെ മെന്റർ. അതിന്റെ ബഹുമാനവും എല്ലാം ഇഷ്ടവും ഇപ്പോഴും അദ്ദേഹത്തിനോടുണ്ട്, അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ട്. ഓക്കെ, സി അങ്ങനെ ആദ്യത്തെ സെൽഫി MD ജസീം സാറായിട്ടുള്ള ആദ്യത്തെ സെൽഫിയാണിത്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ ഷിയാബ് സാറുമായിട്ടുള്ള ആദ്യത്തെ സെൽഫിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അന്ന് എന്നെ ഈ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു കാര്യമാണ്. മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള, അന്ന് ഈ ഒരു മേഖലയെ ഗവൺമെന്റ് പൂർണ്ണമായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 19-ാം തീയതി ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു, ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് 8/9/2018 മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ് 10 ലക്ഷത്തിലേറെ ആളുകൾക്ക് തൊഴിലവസരം ഉണ്ട് എന്നാണ്. ഓക്കെ, 3 മടങ്ങാണ് ഈ മേഖലയിൽ വളർച്ച എന്ന് കാണിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ, ഈ 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം ആളുകൾ എൻ്റെ ലെഫ്റ്റും റൈറ്റും വന്നാൽ ഞാനിവിടെ എന്തായി, ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്ന വ്യക്തിയായി. ഓക്കെ, അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇത്രയും പേർക്ക് തൊഴിലവസരം ഉണ്ടെങ്കിൽ തൊഴിലാളി സംഘടന വെറുതെ ഇരിക്കത്തില്ല. അവർ ഈ മേഖലയെ ശക്തമായിട്ട് എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അതിലൂടെ ഗവൺമെന്റിനെ അവരത് ബോധ്യപ്പെടുത്തും. അതിലൂടെ എന്ത് ചെയ്യും, ഇന്ത്യൻ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു വരുമാന മാർഗവും കൂടി, പ്ലസ് ഇന്ത്യൻ ജനതയുടെ മൊത്തം പ്രശ്നങ്ങളെയും, ഭൂരിഭാഗം ആളുകളും കടക്കണിയിലാണ്, അവർക്ക് ബിസിനസ് തുടങ്ങാൻ വലിയ മുതൽ മുടക്കില്ല. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ട് ഈ ബിസിനസ് മാറും എന്ന് എന്നെ ഈ പത്ര കട്ടിങ് എന്ത് ചെയ്തു, പഠിപ്പിച്ചു. പിന്നെ ഒരു തേരോട്ടായിരുന്നു. ഓക്കെ, മുമ്പും പിൻപും ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് എന്ത് ചെയ്തു, ഫുൾ ടൈമറെ പോലെ ഇറങ്ങി. ബൈക്ക് ഫണ്ട് അച്ചീവ് ചെയ്തതിന്റെ കീ MDയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കമ്പനിയുടെ ഒരു മഹത്തായ റാങ്ക്, വൈ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു റാങ്ക്, ഓക്കെ, 4ാമത്തെ റാങ്ക് എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. ഇതാണ് ഞാൻ ഇറക്കിയ ബൈക്ക്. ഓക്കെ, എൻ്റെ കൂടെ എൻ്റെ ആ തുടക്കത്തിലുള്ള അപ്ലൈനും എന്ത് ചെയ്തിരുന്നു, ബൈക്ക് ഇറക്കിയിരുന്നു. തുടക്കത്തിലെ ഫാമിലിയിൽ നിന്ന് നല്ല നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡ് കോയിൻ, ഏകദേശം ഒരു 10ഓളം പവൻ ഗോൾഡ് കോയിൻ ഫാദറിനെ ഏൽപ്പിച്ചപ്പോൾ, കാരണം ഞാൻ മലേഷ്യയിൽ നിന്ന് MBA കംപ്ലീറ്റഡ് ആണ്. മലേഷ്യയിൽ നിന്ന് MBA കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടി, നിങ്ങൾക്കൊരു മകനുണ്ടെന്ന് വിചാരിക്കുക, മലേഷ്യയിൽ നിന്ന് MBA കംപ്ലീറ്റഡ് ആണ്, 80,000 രൂപ സാലറി ഉള്ള ഓഫർ ലെറ്റർ കിട്ടിയിട്ടും അതിന് പോവാതെ അവൻ ഈ ബിസിനസ്സുമായിട്ട്, ഈ പ്രൊഡക്റ്റുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ഒന്നാമത് നമ്മൾ ഈ പ്രൊഡക്ട്സുമായിട്ട് ചെല്ലുന്ന സമയത്ത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരിട്ടുള്ള വിൽപ്പന എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന കമ്മീഷന്റെ വലിപ്പവും അതിലൂടെ നാളെ കിട്ടുന്ന പാസീവ് ഇൻകത്തിനെ പറ്റി ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനെ അറിയാത്തവൻ ആട്ടി ഓടിക്കുകയും അറിഞ്ഞവൻ വാരിപ്പുണരുകയും ചെയ്യുന്ന ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഫാദറിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മകൻ ഏറ്റെടുത്ത മേഖല നല്ലതാണോ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിനോട് എന്നെ പറ്റി നെഗറ്റീവ് പറയാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് കിട്ടിയ ഗോൾഡ് കോയിനും മറ്റും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ
ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഇത് വിജയിക്കാൻ പോകുന്ന ഒരു മേഖലയാണെന്നുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഇതെന്റെ കൊറോണയ്ക്ക് മുമ്പുള്ള എൻ്റെ വരുമാനമാണ്. ശരിക്കും കൊറോണ എന്ന് പറയുന്ന ദൈവമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 5,80,000 രൂപയും 8 പവൻ ഗോൾഡും ബൈക്ക് ഫണ്ടും മറ്റുമാണ്. എന്നാൽ കൊറോണയ്ക്ക് വീട്ടിലിരുന്നിട്ട് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടാൻ തുടങ്ങി. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നിത്യോപയോഗ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കേരള സർക്കാർ നമുക്ക് എന്ത് ചെയ്തു, ടാഗ് തന്നു. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. അതിന്റെ കൂടെ കമ്പനി സാനിറ്റൈസർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക്, ആരും ഒരിക്കലും കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഷെയർ ഹോൾഡർ ആയിട്ട് കയറി ചെല്ലാൻ 28ാമത്തെ വയസ്സിൽ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 10 ലക്ഷം രൂപ വരുന്ന ഒരു കാർ ഇറക്കി. ഓക്കെ, അതുപോലെ തന്നെ ഞാനും എൻ്റെ ഫാദറും കൂടിയിട്ട് ഏകദേശം 1,10,00,000 രൂപ വരുന്ന വീട് എന്ത് ചെയ്തു, സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ 6.5 വർഷങ്ങൾക്കുള്ളിൽ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണ്. സോ ഇതുപോലെ നിങ്ങൾക്കും, എനിക്ക് 6.5 വർഷം കൊണ്ട് ഇത്ര പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്ലാന് പ്രതിമാസം കമ്പനി, എൻ്റെ ഒക്കെ തുടക്ക സമയത്ത് ഒരു പ്രൊഡക്ട്സേ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 57ലേറെ പ്രൊഡക്ട്സുകളുണ്ട്. എൻ്റെ തുടക്ക സമയത്ത് കമ്പനി ഒരു ദിവസം ഒരു പ്രൊഡക്ട്സിൽ നിന്ന് മാക്സിമം തരുന്ന വരുമാനം 2,500 രൂപയാണ്. പ്രതിമാസം 75,000 രൂപ കിട്ടും. ഓക്കെ, എന്നാൽ ഇവിടെ ഇന്ന് കമ്പനി പറയുന്നത് 1 കോടി രൂപയിലേറെ പെൻഷൻ എമൗണ്ടും റോയാലിറ്റി ഇൻകവും മാസം 12 ലക്ഷം രൂപയാണ് ഇപ്പോൾ കമ്പനി വരുമാനം പറയുന്നത്. പ്രൊഡക്റ്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ലീഡേഴ്സിന്റെ വരുമാനം കൂട്ടിക്കൊടുത്തിട്ടുള്ള, ഇതിൽ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കമ്പനിയാണ് ഏത്, ഡാമർ ലൈഫ്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാം, ഡാമർ ലൈഫ്സിലേക്ക് വരാം. എങ്ങനെ ഡാമർ ലൈഫ്സ് ചെയ്യണം, ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തുതരാം, പറഞ്ഞു തരാം. അപ്പൊ കൃത്യമായിട്ട് പുതിയൊരു അവസരം കേൾക്കുന്ന മൈൻഡ് സെറ്റോട് കൂടി ദൈവം എൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി, ഇന്ന് റോയാലിറ്റി പിടിച്ചവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുടുംബവും എൻ്റെ മരിച്ചുപോയ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഡാമർ ലൈഫ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന് ഒരു ഉത്തരം കിട്ടി, അതാണ് ഡാമർ ലൈഫ്സ് എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആഗ്രഹിച്ചതൊന്നും നടക്കൂല ഡിയർ ഫ്രണ്ട്സ്, ആഗ്രഹിച്ചതൊക്കെ നടത്തലാണ്. നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ റിസ്ക് ഇല്ലാത്ത, ഏതൊരു വ്യക്തിക്കും ഏറ്റെടുത്ത് സിമ്പിളായി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊഡക്റ്റും പ്ലാനും ആണെങ്കിൽ, ഓക്കെ, ഡാമർ ലൈഫ്സിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കഴുതയോട് പറഞ്ഞാൽ പോലും മനസ്സിലാവുന്ന പ്ലാനാണ്. ക്ലിയർ? ചിന്തിച്ചു നോക്കിയാൽ മതി, അത്രയും സിമ്പിളാണ് എന്ത്, ഡാമർ ലൈഫ്സിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരാളുടെയും ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്താ സ്വപ്നം? നല്ലൊരു വീട്, നല്ലൊരു ബാങ്ക് ബാലൻസ്, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്തി, പണം എന്ത് ചെയ്യുക, ഹെൽത്തി ലൈഫ് ഉണ്ടാവണം, ആരോഗ്യമുള്ള ലൈഫ് ഉണ്ടാവണം. ചില ആളുകൾ പണത്തിന് വേണ്ടി ഓടുമ്പോൾ അവസാനം ഉണ്ടാക്കി വെച്ച പണം മൊത്തം ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കും അല്ലേ. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. നിലവിലൊരു വീടുണ്ട്, അതൊന്ന് പുതുക്കി പണിയണം. കുറച്ച് ഗോൾഡുകൾ മേടിക്കണം, എത്ര വില കൂടിയാലും ഗോൾഡ് വൈൻ മേടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് അസറ്റുകൾ ബിൽഡ് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ മാരേജ്, അവരുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം. നല്ലൊരു വാഹനം, ടൂറുകൾ പോകണം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങളൊക്കെ പല മേഖലയിൽ രാവും പകലും എന്ത് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഓക്കെ, ആ മേഖല കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിലവിലുള്ള വരുമാനം കൊണ്ട് സാധിക്കുമോ? മാസം 25,000 രൂപ, 30,000 രൂപ, 40,000 രൂപ, 1 ലക്ഷം രൂപക്ക് വരെ വർക്ക് ചെയ്യുന്നവൻ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇതിലൂടെ സാധിക്കുമോ? ഒരിക്കലുമില്ല. നല്ലൊരു വീടെന്ന സ്വപ്നം സാധിക്കുമോ? ഒരിക്കലുമില്ല. നല്ലൊരു കാറ് വാങ്ങാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്താകും? അവരുടെ കല്യാണം എങ്ങനെയാവും? ഒരു അസുഖമോ മറ്റോ വന്ന് ഒരു 3 മാസം വീട്ടിൽ ഇരുന്ന് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഓരോ മാറ്റം വരുമ്പോഴും പല മേഖലയെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് അല്ലേ. പണ്ടൊക്കെ IT എന്ന് പറയുന്ന ജോബ് വളരെ ഡ്രീംഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിരിച്ചുവിടുന്ന ഒന്നായിട്ട് IT മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോകം മൊത്തം വിരൽത്തുമ്പിൽ എന്ത് ചെയ്യാണ്, AI എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലി ചെയ്യുന്നവന്റെ ലൈഫിനൊക്കെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞുതരാം. സർക്കാർ ജോലി സ്വപ്നം കണ്ടവർക്ക് ഇന്ന് പല മേഖലയിലും പെൻഷൻ ഇല്ല. പെൻഷൻ കിട്ടുന്നതോ 1 മാസത്തിലല്ല, നീണ്ടു പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, എന്ത്, മന്ത്ലി
നമ്മുടെ ഇൻകം കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒറ്റ സൊല്യൂഷൻ. അപ്പോൾ ഒരു ഒറ്റമൂലി എന്നുള്ള രൂപത്തിലാണ് എന്ത് ഡാമലൈസ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പണക്കാരനാവുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രീം. ഓക്കെ, നമുക്കറിയുന്നത് 3 തരത്തിൽ പണക്കാരായിട്ടുള്ളവരാ. ഒന്ന് പാരമ്പര്യ സ്വത്തുള്ളവർ, പാരമ്പര്യമായിട്ട് രാജാവിന്റെ മകൻ യുവരാജാവ് എന്ന് പറയുന്നത് പോലെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് വെച്ചിട്ട് പണക്കാരായിട്ടുള്ളവരെ നമുക്കറിയാം. 2 എന്ന് പറയുന്ന ഭാഗ്യവശത്താൽ ലോട്ടറി, ജാക്ക്പോട്ട്, ഗെയിമുകളൊക്കെ, ഓൺലൈൻ ഗെയിമുകളൊക്കെ നടത്തി പണക്കാരാവുന്ന ആൾക്കാരെയും നമുക്കറിയാം. ഓക്കെ, അതുപോലെ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് പണക്കാരനായിട്ടുള്ള യൂസുഫ് അലിയെ പോലെ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പോലെയുള്ള പണക്കാരെയും നമുക്കറിയാം. അപ്പൊ ഇതിൽ ആദ്യത്തെ 2 എന്ന് പറയുന്നത് പാരമ്പര്യപരമുള്ള പണക്കാരനാവാൻ നമുക്കിനി പറ്റില്ല. പക്ഷെ നമുക്ക് ഡാമർ ലൈഫിലൂടെ എന്ത് ചെയ്യാം, പണക്കാരനായിട്ട് ഇനി വരുന്ന തലമുറക്ക് പാരമ്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഭാഗ്യവശത്താൽ നടക്കുക, എന്നും ഭാഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. ഓക്കെ, ഇപ്പൊ ഭാഗ്യവശത്താൽ പണം, ഇത് രണ്ടും എന്തല്ല പോസിബിൾ. പക്ഷെ മൂന്നാമതൊരു കാര്യമുണ്ട്, സ്വന്തം പ്രയത്നം. നിങ്ങളൊന്ന് പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ, അധികമൊന്നും വേണ്ട, ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും പ്രയത്നിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ നേടിയത് നേടിയെടുക്കാൻ പറ്റും നിലവിലുള്ള കമ്പനിയുടെ അപ്ഡേഷൻ കാരണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഡ്രീംസ് ഫുൾഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയുള്ള 2 വഴികളാണ്. ഒന്നില്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ജോബ്. എന്നാൽ ഈ 2 വഴികളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റൂല. ഓക്കെ, യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തി പണക്കാരനാവുന്നതിൽ ആ സമയത്ത് മാൾ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഡാമർ ലൈഫ്സിന്റെ തുടക്കമാണ് ഇപ്പോൾ. കാരണം കേരള ഗവൺമെന്റ് ഇതിനെ പൂർണ്ണമായി അംഗീകരിച്ചത് കഴിഞ്ഞ 19-ാം തീയതിയോട് കൂടിയാണ്. ഓക്കെ, അപ്പൊ ഈ ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ വന്നു നിന്നത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഇതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ ഈ ജോബും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും പറയുകയാണ്. കാരണം ഇതിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ട്. എൻ്റെ വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ഒരു കൂട്ടം വീട്ടമ്മമാരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നന്ദി ഉള്ളത് കൊണ്ട് തന്നെ വളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടമ്മമാർക്കും കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പൊ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ സമയം അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഡെയിലി കൂലിയോ മാസ സാലറിയോ നമുക്ക് എന്ത് ചെയ്യും, തരും. ഓക്കെ, ഇവിടെ ജോബിന് പോകുന്നതിന് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മാസം 25,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 15,000 ഹരിക്കണം 30, ഒരു ദിവസം 500 രൂപ കിട്ടും. 10 മണിക്കൂർ പണിയെടുക്കും, 500 ഹരിക്കണം 10, ഒരു ദിവസം 10 മണിക്കൂർ. ഒരു ദിവസത്തിന്, ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് അവർ ഇട്ടിട്ടുള്ള വില, നിങ്ങളുടെ തലയുടെ വില എന്ന് പറയുന്ന 50 രൂപയാണ് ഡിയർ ഫ്രണ്ട്സ്. 500 രൂപ കൂലിയുള്ളവനിക്ക് 50 രൂപയാണ് എന്ത്, ഒരു മണിക്കൂറിന് ഇട്ടിരിക്കുന്ന വില. ഒരു ദിവസം റീചാർജ് 300 രൂപ, 299 രൂപ, 300 രൂപ, 10 രൂപ അവിടെ പോയോ ഡെയിലി? ഒരു ദിവസം പുറത്തിറങ്ങിയ ഒരു ചായയും കടിയും കുടിക്കും, 12 24 രൂപ ടോട്ടലും. പിന്നെ റീചാർജ് അടക്കം 34 രൂപ പോയോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു സാധനം മേടിക്കാൻ വിളിച്ചു പറഞ്ഞാൽ, ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് സ്വന്തം ഭാര്യയോട് മറ്റും ചൂടാവുന്നത്. ഓക്കെ, ഇന്നലല്ലേ വാങ്ങിച്ചുകൊണ്ട് ഇത്ര പെട്ടെന്ന് തീർന്നോ, പഞ്ചസാര നീ എന്താ കുളിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരെ. ഒരു കുടുംബത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ട് പോലും ഇപ്പൊ കുടുംബത്തിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ്, ജോബുകാർ നേരിടുന്ന പ്രശ്നമാണ്. കാരണം ഇതൊക്കെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്, കുറഞ്ഞ വരുമാനമേ കിട്ടുള്ളൂ. ഒരു ദിവസം പോയില്ലെങ്കിൽ പിറ്റേന്ന് വരുമാനമില്ല. ഓക്കെ, ഇതിന്റെ ഗ്രോത്ത് ആണെങ്കിലോ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല നിങ്ങളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കാൻ അവിടെ ഒരു ബോസും ഉണ്ട്. ഇനി ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സമയം കൊണ്ട് മേടിക്കുക എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ് നടന്നാലും ഇല്ലെങ്കിലും കൂലി കൊടുക്കണം. ഇന്നത്തെ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവാ. AC ഒക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. കസ്റ്റമർ വരുന്ന സമയത്താണ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കുന്നത്. എന്താ സംഭവം, ബിസിനസ് താഴോട്ട് പോയിരിക്കൊണ്ടിരിക്കുക. ഓക്കെ, പ്രോഫിറ്റ് സ്കെയിലോ, പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ മുതലാളിക്ക് എന്തെങ്കിലും ബാക്കിയാവുള്ളൂ. അതൊരു തരം സ്മാർട്ട് വർക്കാണ്. പിന്നെ വളർന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻകാണ്, അതും ഒരു ടീം എഫേർട്ടാണ്. ഓക്കെ, പിന്നെ അതും നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകാണ്. ഓക്കെ, നല്ല വളർച്ചയാണെങ്കിൽ അതിൽ നിന്ന് വലിയൊരു ഇൻകം ഒക്കെ എന്ത് ചെയ്യാം, ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണം, വലിയൊരു മുതൽ മുടക്ക് അവിടെ എന്താണ്, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ബിസിനസ്സിനെയും പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ, തൊഴിലാളികളില്ലാതെ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സാലറി കൊടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അത് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും വെച്ചിട്ട് ഒരു ID അടിക്കുക.
എന്നിട്ട് ആ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എന്ത് കിട്ടും? DPക്ക് കിട്ടും. എന്താണ് ഈ ബിസിനസിന്റെ പ്രത്യേകത? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കടകളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ, നിങ്ങളുടെ ഒരു വീടാണെങ്കിൽ അതിനെന്തുണ്ട്? ബാത്റൂം ഉണ്ട്. ബാത്റൂം എന്തിനാ? കുളിക്കാൻ, അല്ലെ? അപ്പോൾ കുളിക്കുന്ന വ്യക്തിയാണെങ്കിൽ സോപ്പ് വേണം, അല്ലെ? അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഡ്രസ്സ് എന്ത് ചെയ്യും? അയച്ചിടും. അതെന്തായിട്ടുണ്ട്? ഡെയിലി വാഷ് ചെയ്യേണ്ടതായി വരും. അതിന് വാഷിംഗ് പൗഡറോ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡോ വേണം. ഇങ്ങനെയുള്ള ഒരു വീടാണെങ്കിൽ അടുക്കള, അല്ലെങ്കിൽ അടുക്കളയുണ്ടാവും. അടുക്കളയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഗരം മസാല, ഫിഷ് മസാല, ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ വേണം. അച്ചാറുകൾ വേണം. സന്തോഷം വരുന്ന സമയത്ത് സേമിയ പായസം, പാലട പായസം വരണം. ഇനി നോമ്പൊക്കെയാണ്, പെരുന്നാളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിനൊക്കെ സേമിയ പായസം, പാലട പായസം വേണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആരോഗ്യത്തിൽ ചെറിയൊരു ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ കേരളത്തിന്റെ തനിമ എന്ന് പറയുന്ന പോലെ ഹണി നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും, അല്ലെ? ഇനി നിങ്ങളൊരു വീടാണെങ്കിൽ ടൈലോ മാർബിളോ ഗ്രാനൈറ്റോ ഇട്ടിട്ടുണ്ടാവും. അതിനെന്ത് വേണം? ഫ്ലോർ ക്ലീനർ വേണം, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ. ഓക്കെ, ബാത്റൂം വൃത്തിയാകുമ്പോൾ ഹാർപ്പിക് എന്ന് പറയുന്ന പ്രൊഡക്ട്സിന് പകരം, ഹാർപ്പിക് എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾ കടകളിൽ നിന്ന് മേടിക്കുന്നുണ്ടാവുക. ഓക്കെ, അതിന് പകരം നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഡയമണ്ടിന്റെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. ഒരു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ട് റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ കടകളിൽ നിന്നാണ് ഇത്രയും കാലം വാങ്ങിച്ചതെങ്കിൽ എന്തിനി ആ കട മാറ്റിയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഡാമർ ലൈവ്സ് നിന്ന് വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടകളിൽ നിന്ന് നിങ്ങൾ 2000 രൂപയുടെ സാധനം മേടിച്ചാൽ നിങ്ങളുടെ സ്വന്തം അനുജന്റെ കടയാണെങ്കിൽ കൂടി 2000 രൂപ തന്നെ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. എന്നാൽ ഇവിടുന്ന് നിങ്ങൾ സാധനം മേടിക്കുകയാണെങ്കിൽ, ഐഡിയിൽ വാങ്ങിക്കുകയാണെങ്കിൽ, അത് ഏത് MLM കമ്പനി ആണെങ്കിൽ കൂടി 2000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 1700 രൂപയോളം കൊടുത്താൽ മതി. DPക്ക്, കമ്പനി പ്രൈസിന് നിങ്ങൾക്ക് സാധനം കിട്ടും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഈ പ്രൊഡക്ട്സ്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്ന പ്രൊഡക്ട്സുകൾ മൊത്തം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അതാണ് ഞാൻ ഒരു MBA കാരനായ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം. അതേസമയം എനിക്ക് മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പുതിയൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6-8 മാസം നല്ല ക്വാളിറ്റി ഉണ്ടാവും. കച്ചവടം ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയിലൊക്കെ ഒരു മാറ്റം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഓക്കെ, എന്നാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എത്ര പറഞ്ഞാലും ക്വാളിറ്റിയിൽ ഒരു മാറ്റവും വരുത്തില്ല. കാരണം എന്താ? ക്വാളിറ്റിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിനെ ഡെവലപ്പ് ചെയ്തതുപോലെ തന്നെ ഇത് താഴോട്ടേക്ക് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ലതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യും, ചീത്തതാണെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇങ്ങനെ നമ്മൾ നല്ലതാ 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 എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ID വെക്കുന്നുണ്ട്. അങ്ങനെ എത്ര IDകൾ നമ്മുടെ ടീമിൽ വരുന്നോ അതിനെ ഒരു ഇൻകം പ്ലാൻ ആയിട്ട്, ഒരു വരുമാന പ്ലാൻ ആയിട്ട് കമ്പനി നമുക്ക് പ്രതിമാസം 12 ലക്ഷം രൂപയും അതുപോലെ തന്നെ 1 കോടി രൂപ വരെ പാസീവ് ഇൻകവും തരുന്നു. അപ്പൊ ഈ ബിസിനസിന്റെ ഏറ്റവും ടോപ്പ് പെർഫോമറായി മാറിക്കഴിഞ്ഞാൽ 1 കോടി രൂപ പ്ലസ് 12 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാം. അപ്പൊ കമ്പനിയുടെ പർപ്പസ് ഇതാണ്: എനേബിൾ പീപ്പിൾ ടു അച്ചീവ് ദർ ഡ്രീംസ്. ആളുകളെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വ്യക്തികളാക്കി മാറ്റുക. അപ്പൊ ഈ മേഖലയുടെ ഒരു പ്രത്യേകത, ഇതിന് നിങ്ങൾക്ക് എന്താണ്? വലിയൊരു സെറ്റപ്പ് കോസ്റ്റ് ഒന്നും വരുന്നില്ല. ലോസിന് യാതൊരുവിധ സാധ്യതയില്ല. ലാൻഡ്, ലേബർ, ക്യാപിറ്റലിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. നിങ്ങളെ ഭരിക്കാൻ ഒരു ബോസ് ഇല്ല. നിങ്ങൾക്കൊരു ടൈം ലിമിറ്റ് ഇല്ല. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ 6 മാസമായിട്ട് മാറി നിന്ന വ്യക്തികൾ ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഫുൾ ടൈമർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ ഏരിയ ലിമിറ്റ്, എവിടെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ എനിക്ക് കർണാടക, തമിഴ്നാട് വരെ ടീമുണ്ട്. നോ ക്വാളിഫിക്കേഷൻ റിക്കേർഡ്. ഇതിന് ഞാനൊരു MBA കാരനാണ്, പക്ഷെ എൻ്റെ അതേ വരുമാനം 8ാം ക്ലാസ് ഏരിയയായിട്ടുള്ള സെലീന മേഡവും മേടിക്കുന്നു. നോ എക്സ്പീരിയൻസ് റിക്കേർഡ്, നോ റിട്ടയർമെന്റ്, നോ റിസ്ക്, നോ എക്സിസ്റ്റിംഗ് കോസ്റ്റ്. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും നിർത്താം. ഒരു സ്റ്റാഫ് ഇഷ്യൂസ് ഇവിടെ ഇല്ല. ഓക്കെ, ഒരു ഹോട്ടൽ എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ടാരി ഇല്ലെങ്കിൽ തീർന്നു. ഓക്കെ, എന്നാൽ നല്ല സപ്പോർട്ടിങ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. നാളെ നമുക്ക് റോയാലിറ്റി പിടിച്ചവർക്കുള്ള ട്രെയിനിങ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഫാമിലി ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാം. നമ്മുടെ ഷഹീമ മുജീബൊക്കെ ഫാമിലി ആയിട്ട് ഇത് ഏറ്റെടുത്തിട്ട് ഹസ്ബൻഡിനും ഭാര്യക്കും റോയാലിറ്റി ഉണ്ട്, പാസീവ് ഇൻകം. കുടുംബപരമായിട്ട് ഇത് ഏറ്റെടുക്കാം. പിന്നെ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. ഒരു റിലീജിയൻ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ അൺപെയ്ഡ് ടീമാണ്. ഓക്കെ, ടീമിന് നമ്മൾ വരുമാനം കൊടുക്കണ്ട. നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്നല്ല, കമ്പനി നേരിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പരസ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ 1 രൂപ എന്ത് ചെയ്യണ്ട? ചെലവാക്കണ്ട. എന്നാൽ ഇന്ന് മറ്റൊരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 30% സിനിമാ നടന്മാർക്കും നടിമാർക്കും എന്ത് ചെയ്യാണ്? കൊടുത്ത് ചെയ്യിക്കുകയാണ്. അപ്പൊ ഈ ഒരു മേഖല നമ്മുടെ നമ്മളിലേക്ക് വന്നത് 2003 കാലഘട്ടത്തിലാണെങ്കിൽ കൂടി 1978 കാലങ്ങളിലാണ് ഇതെന്ത് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് നല്ല കമ്പനിയുടെ കൂടെ കുറെ മണി ചെയിൻ കമ്പനികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അവിടെ ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് എന്താണ് മണി ചെയിൻ, എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഗവൺമെന്റ് തന്നെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം, എല്ലാ മേഖലയുടെയും തുടക്കത്തിൽ നല്ലതും ഉണ്ടായിരുന്നു, ചീത്തതും ഉണ്ടായിരുന്നു, അല്ലെ? 1970 കാലഘട്ടങ്ങളിൽ മലപ്പുറക്കാരായിരിക്കും ഈ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. ഒരു വയനാട്ടുകാരൻ പറഞ്ഞു തരികയാണെങ്കിൽ, എൻ്റെ വീട് വയനാടാണ്. 1970 കാലങ്ങളിൽ താമരശ്ശേരി ചുരം ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കോഴിക്കോട്ടുകാരോടും മലപ്പുറംകാരോടും നിനക്ക് ജീവിതത്തിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു വിസ തന്നേര്, ഞാൻ എന്ത് ചെയ്യാം, പുറത്ത് രാജ്യത്ത് പോയിട്ട് രക്ഷപ്പെട്ടോളാം. ഓക്കെ, ഞാൻ കോഴിക്കോട് നെരിക്കുനി കോളേജിലാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അവിടെ പഠിക്കുന്ന എൻ്റെ കൂടെയുള്ള കൂട്ടുകാരോടൊക്കെ ചോദിച്ചാൽ, എൻ്റെ വടുക്കുമുറിയിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഫാദർ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിസ തരും, ഞാൻ അതും കൊണ്ട് അങ്ങ് പോവും, പണക്കാരനായിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ 1973 കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്ന ഒരു മേഖലയായിരുന്നു വിസ എന്ന് പറയുന്ന മേഖല. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നപ്പോൾ ഗവൺമെന്റ് അതിനെപ്പറ്റി പഠിച്ചു. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം അതിനൊരു നിയമം കൊണ്ടുവന്നു. അതാണ് ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ട്. ഇന്ന് അത് ഫെമയായിട്ട് മാറി. ഓക്കെ, അപ്പൊ ആ നിയമം വന്നത് കൊണ്ടാണ് ഇന്ന് വിസ തട്ടിപ്പില്ലാതെ ആർക്കും എന്താണ് പുറത്ത് രാജ്യത്ത് വരെ പോയി പഠിക്കാനും ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും ബിസിനസ് തുടങ്ങാൻ വരെ പറ്റുന്നത്. NRI അക്കൗണ്ട് ഒക്കെ വരാനുള്ള കാരണം തന്നെ ഈ ഫെമ എന്ന് പറയുന്ന ആക്ട് ഉള്ളത് കൊണ്ട് മാത്രം. എന്നാൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പണം തട്ടിപ്പ് നടന്ന ഒരു മേഖലയും അത് തന്നെയായിരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഇൻഷുറൻസ് മേഖല, അല്ലെ? ഇൻഷുറൻസ് മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിരുന്നു. അപ്പൊ ഗവൺമെന്റ് അതിനും എന്ത് കൊണ്ടുവന്നു, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇതുപോലെ ഈ മേഖലയിലുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഗവൺമെന്റ് ഇതിനൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മെക്കാനിസം ബോർഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് നിയമിച്ചിട്ടുണ്ട്. ആ ബോർഡിന്റെ ലിസ്റ്റിൽ വരുന്ന കമ്പനികൾക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത്? 2015 കാലഘട്ടത്തിലാണ്, മാർച്ച് 13-ലാണ് ഈ മേഖലയ്ക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഒരു ലീഗലി ഒരു ബില്ല് എന്ത് ചെയ്തു, ആദ്യം പാസ്സാക്കിയെടുത്തു. ഓക്കെ, പിന്നെ അതേ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തില് ഗവൺമെന്റ് ഇതിനൊരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഇതിനെന്ത് ചെയ്തു, ഒരു ടാക്സേഷൻ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കേവാക്ട് 2023 ആക്ടിന്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്തു, ഇതിനെ കൊണ്ടുവരികയും ഒരു കേരള ഗസറ്റ് എന്ത് ചെയ്തു 2015 ജൂലൈ 29-ന് കൊണ്ടുവന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ മേഖലയുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കേരള ഗവൺമെന്റ് ഒരു കേരള ഗസറ്റ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ഇന്ന് നിങ്ങളുടെ പേരിൽ ഒരു ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഗസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം വരിക. അപ്പൊ ഇനി നമുക്ക് ഈ മേഖലയിൽ എന്താണ്, കള്ള നാണയങ്ങൾ വളർന്നാലും നല്ലതിനെയും ചീത്തതിനെയും ഒരുപോലെ ലോക്ക് ഇടുന്ന ഒരു സിസ്റ്റം ഇനി ഉണ്ടാവില്ല. കള്ള നാണയങ്ങളെ കള്ള നാണയമായിട്ടും നല്ലതിനെ നല്ലതായിട്ടും ചിത്രീകരിക്കുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തു, ഇത് മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2018-ലായിരുന്നു എന്ത്, ഒരു മോണിറ്ററിംഗ് മെക്കാനിസം സിസ്റ്റം എന്ത് ചെയ്ത് ഗവൺമെന്റ് തിരുവനന്തപുരത്ത് ആ പ്രോഗ്രാം നടത്തിയത്, പിണറായി സർക്കാർ കൊണ്ടുവന്നത്. അന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ കമ്പനിയുടെ MD ഉണ്ടായിരുന്നു. 2017 നവംബർ 22-നാണ് തുടങ്ങിയത്. അന്നു മുതൽ തന്നെ തൊഴിലാളി സംഘടനയുടെ മെമ്പർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ കമ്പനി എന്ത് ചെയ്ത് തുടക്കം കുറിച്ചത്. ഓക്കെ, കഴിഞ്ഞ 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി ഡയറക്ട് സെല്ലിംഗ് മേഖലയെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഈ മേഖലയുടെ സാധ്യതകളെ പറ്റിയിട്ട് എല്ലാ പത്രങ്ങളിലും എന്ത് ചെയ്തു, വന്നു. ഓക്കെ, സാധാരണ പത്രങ്ങളിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ പറ്റിയിട്ട് വരില്ല. കാരണം എന്താ, പരസ്യം കിട്ടൂലല്ലോ. പത്രമൊക്കെ ജീവിച്ചു പോകുന്നത് പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടി അവരും കുറച്ച് കളികളൊക്കെ കളിച്ചു നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഈ മേഖലയുടെ സാധ്യത നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് തൊഴിലാളി സംഘടനയുടെ സപ്പോർട്ടാണ്. 6ഓളം തൊഴിലാളി സംഘടനയുടെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ 19-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ നമ്മുടെ കമ്പനിയുടെ MD ഫ്രണ്ട് സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ. അവരുടെ തൊട്ട് പുറകിൽ എനിക്കും ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഈ മേഖലയെ പറ്റി പഠിക്കാനും ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനും എന്നെ കൊണ്ട് സാധിച്ചു. അപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഏത്, ഡാമർ ലൈറ്റ്സ് എന്ന് പറയുന്ന കമ്പനി. എന്നാൽ ഇന്ന് ലിസ്റ്റിലേക്ക് വരാൻ പോകുന്ന പല കമ്പനികളും കേരളത്തിന് പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ ഫസ്റ്റ് എത്തിക്കൽ MLM കമ്പനി ഡാമർ ലൈറ്റ്സ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് പറയാൻ പറ്റും. അതുപോലെ തന്നെ എനേബിൾ പീപ്പിൾ ടു അച്ചീവ് ദ ഡ്രീംസ്, ആളുകളുടെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് തുടങ്ങി, ഇതിനൊരു റൂട്ട് മാപ്പ് ഉണ്ട്. ഇതാണ് നിങ്ങൾ കാണുന്ന റൂട്ട് മാപ്പ്.
ഓക്കെ, ഇന്നലെ പെയ്ത മഴക്ക് പലരും പറയാറുണ്ട് 6 മാസം കൊണ്ട് ഈ കമ്പനി പൂട്ടി പോകുന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇപ്പൊ 7 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്ത ഉടനെ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അയാൾ. ഈ ബിസിനസിനെ പറ്റി, ഈ പ്രൊഡക്ട്സ് എന്താണോ, ഈ കമ്പനി എവിടെയാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. പറഞ്ഞ ഉടനെ അയാൾ അടുത്ത നാവിൽ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്ത്, അടുത്ത 6 മാസം കൊണ്ട് ഈ കമ്പനി പൂട്ടിപ്പോകും. അപ്പൊ ഞാൻ അവിടെ ചിന്തിച്ചു, ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഇയാൾ എങ്ങനെയാണ് ഇത് പറയാ? ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വാക്കുകളിലൊന്നും മറ്റുള്ളവരുടെ നാവിൽ നിന്നാവരുത് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ 2010 KT ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കടലുണ്ടിയിലാണ് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ 2010 കാലഘട്ടത്തിൽ സ്കൈ ബ്ലൂ കളേഴ്സ് റിമോ എക്സി എന്ന് പറയുന്ന വാഷിംഗ് പൗഡർ ഇവരുടേതായിട്ടുള്ള പേരിൽ എന്ത് ചെയ്യാണ്, കടകൾ ത്രൂ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് രീതിയായിരുന്നു. ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഇവർക്ക്. അതിന്റെ പുറമെ ഒരു ആപ്പിൾ ബേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വേറൊരു പിന്നെ സ്റ്റേഷനറി കട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ബിസിനസിന്റെ ഒരു ഓണേഴ്സ് ആണ് ഇത് KT ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2011 ഇവരെന്ത് ചെയ്യുന്നത്, ഡിഷ് റൗണ്ട് വാഷ്, നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് റൗണ്ട് വാഷിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് പാലക്കാട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ വർഷം തന്നെ 2012 ശേഷം 2012 വാഷിംഗ് പൗഡറിന്റെ നിർമ്മാണം ഇവരെന്ത് ചെയ്തു, സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഈ മേഖല ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ഈ മേഖലയെ പറ്റി നമ്മുടെ കമ്പനിയുടെ MD കൃത്യമായിട്ട് പഠിക്കുകയും 2012 മുതൽ 2017 വരെ 5 വർഷം ഈ മേഖലയ്ക്ക് വേണ്ട സകല സർട്ടിഫിക്കറ്റും ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് 2017 നവംബർ 22 5 വർഷത്തെ പഠനത്തിനും ഉള്ളിൽ ശേഷമാണ് ഡാമർ ലൈഫ്സ് എന്ന് പറയുന്ന നമുക്ക് വരുമാനം തരുന്ന ഈ മേഖല എന്ത് ചെയ്തത്, പുറത്തേക്ക് വന്നത്. ഓക്കെ, ഈ മഹനീയ ആശയം. ഓക്കെ, അപ്പോൾ ഡാമർ ലൈഫ്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ലോഗോ മുൻ വ്യവസായ മന്ത്രി എളമരം കരീം സാർ നമുക്ക് നന്നായിട്ട് അറിയാം. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തന്നെ എന്ന് പറയാം, കേരളത്തിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുത്തിട്ടുള്ള, മറ്റുള്ള രാജ്യത്തും മറ്റുള്ള സ്റ്റേറ്റിലും വന്നിട്ടുള്ള മാറ്റത്തെ പഠിച്ച് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യവസായ മന്ത്രിയായിരുന്നു ആര്, എളമരം കരീം സാർ. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ ലോഗോ റിലീസ് ചെയ്യിച്ചു. 2018 നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഡാമർ ലൈഫ്സ് എന്ന് അടിച്ചാൽ മതി, നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം കമ്പനി എന്ത് ചെയ്തു, അവരുടെ ജൈത്ര യാത്ര വീണ്ടും തുടങ്ങി. 2019 ആദ്യം മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ അടുത്തായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നെങ്കിൽ MDയുടെ സ്വന്തം വീടിനടുത്ത്, ഞാൻ ചെയ്യുന്ന ഒരു തട്ടിപ്പ് കമ്പനിയല്ല, ഇത് തൽക്കാലം പൂട്ടിപ്പോകുന്ന ഒരു കമ്പനിയല്ല എന്നത് ബോധ്യപ്പെടുത്താനും ജനങ്ങളുടെ വിശ്വാസം അത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ സ്വന്തം വീടിന്റെ അടുത്താണ് ഇതിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 2019 നല്ലൊരു ഹെഡ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ എന്ത് ചെയ്യുന്നുണ്ട്, 40,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഹെഡ് ഓഫീസ് ഒക്കെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു കമ്പനിയിലേക്കാണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾ വന്നെത്തിയിട്ടുള്ളത്. 2027 ഓരോ വ്യക്തികൾക്കും ഓരോ ഹോം ഷോപ്പ്, വീട്ടിലെ കട എന്ന് പറയുന്ന ആശയത്തിലേക്ക് എന്ത് ചെയ്തു, കമ്പനി മാറി. 2021 കൊറോണ സമയത്തും കയ്യും കെട്ടി ഇരുന്നിട്ടില്ല. ഓക്കെ, മുഖത്ത് മാസ്ക് ഇട്ടിട്ട് നമ്മുടെ കമ്പനിയുടെ MD ഇറങ്ങി. ആ സമയത്തും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തു. ഫുഡ് ഐറ്റംസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പോലുള്ള പ്രൊഡക്ട്സുകൾ കമ്പനി ലോഞ്ച് ചെയ്തു. 2021 എന്ത് ചെയ്തു, 1000-ലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം കമ്പനി നടത്തി. അതുപോലെ തന്നെ 2023 എന്ത് ചെയ്തു, അതുപോലെ മറ്റൊരു പ്രോഗ്രാം മലപ്പുറത്ത് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ടീമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഓഗസ്റ്റ് മാസം 1500-ലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റൊരു ഇവന്റ് നമ്മുടെ കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, നടത്താൻ പോകുന്നുണ്ട്. മൊബൈൽ ഫോൺ കിട്ടാനുള്ളവരുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ച് തരും, കോട്ട് കിട്ടാനുള്ളവർക്ക് കോട്ട് അവിടെ വെച്ചിട്ട് തരും. ഓക്കെ, 5 സ്റ്റാർ ഹോട്ടൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ട് തരും. റോയാലിറ്റി അച്ചീവ് ചെയ്തവർക്ക്, പല റാങ്കുകളിൽ റോയാലിറ്റി അച്ചീവ് ചെയ്തവരെ സ്വീകരിക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ബിസിനസ് ഓണറാണ് ആര്, നമ്മുടെ ജസീം സാർ. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കൺസ്യൂമർ അഫേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, 10ഓളം സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനികൾക്കുണ്ട്, എല്ലാ കമ്പനിക്കുണ്ട്. കൃത്യമായിട്ട് ടാക്സ് പേ ചെയ്യുന്ന, അവസാനമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഉദ്യം സർട്ടിഫിക്കറ്റ് വരെ നമ്മുടെ കമ്പനിക്കുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പാർട്ടിയാണ് CITU. ഓക്കെ, പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ തൊഴിലാളി സംഘടനയാണ് CITU.
ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പാലത്ത് പറഞ്ഞിട്ടുള്ള കണ്ണും ചിമ്മി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു MLM കമ്പനിയാണ് ഇത് ഡാമലൈസ്. ഇദ്ദേഹം നമ്മുടെ പ്രൊഡക്ട്സ് വരെ ഉപയോഗിച്ചവരാണ്, നമ്മുടെ വാഷിംഗ് പൗഡർ വരെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ STUയുടെ നേതാക്കന്മാരുടെ അവരുടെ STU എന്ന് പറയുന്ന തൊഴിലാളി സംഘടന നമ്മളെ പറ്റിയിട്ടുള്ള കോഡ്സ് ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം, ഒരു കമ്പനി ആണെങ്കിൽ നല്ലൊരു പ്രൊഡക്ട്സ് വേണം, നല്ലൊരു വരുമാന മാർഗം വേണം, നല്ലൊരു മാനേജ്മെന്റ് വേണം, പിന്നെ വേണ്ടത് നല്ലൊരു ട്രെയിനിങ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതൊക്കെ ഒതുക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ പ്ലാൻ മുന്നോട്ടേക്ക് പോകുന്നത്. നല്ല ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, നല്ല സപ്പോർട്ട് കിട്ടും, നല്ല മാനേജ്മെന്റ് ആണ്, നല്ല പ്രൊഡക്ട്സ് ആണ്, അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ഇൻകം പ്ലാൻ ആണ്, അടിപൊളി ഇൻകം പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം പ്രൊഡക്ട്സുകൾ ഞാൻ പറയാം. ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഉള്ളിലേക്ക് കഴിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റുകളോ മറ്റോ മാർക്കറ്റ് ചെയ്യുന്നില്ല. വെൽനസ് എന്ന് പറയുന്നത് നല്ലൊരു സാധ്യതയുള്ള ഒരു മേഖലയാണ്, പക്ഷെ അത് എല്ലാവർക്കും അതിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല. ഇന്ന പ്രൊഡക്ട്സ് ഇന്നതിനാന്ന് പറഞ്ഞു കൊടുക്കാനും പ്രൊഡക്ട്സ് ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിൽ വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പുതിയൊരു സ്റ്റാഫിനെ ഒരു കടയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ നട്ടം തിരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വെൽനസ് മേഖലയിലൊക്കെ കയറി ചെന്നിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കളർ നോക്കിയിട്ട്, കുപ്പിയുടെ കളർ നോക്കിയിട്ട് പ്രൊഡക്റ്റുകളെ പറ്റി പറയുന്ന ആൾക്കാർ വരെ എനിക്കറിയാം. അപ്പൊ അവരൊക്കെ വിജയ സാധ്യതകൾക്ക് 5, 8, 10 വർഷം എന്ത് ചെയ്യും, സമയമെടുക്കും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, പ്രൊഡക്റ്റ് നോളജ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇന്ന പ്രൊഡക്ട്സ് ഇന്നതിനാന്നുള്ളത് ഒരാളെയും പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ വലിയൊരു സമയ ലാഭമുണ്ട്. MLM എന്ന് പറഞ്ഞാൽ സമയ ലാഭമാണ്. ഓക്കെ, അപ്പൊ ഡെയിലി യൂസ്ഡ്, അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തവനിക്ക് മറ്റൊരു കമ്പനിയിൽ പോയാൽ എവിടെയാണ് വിജയ സാധ്യത ഉള്ളത്? അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ ഒന്ന് ഡെയിലി യൂസ്ഡ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, അത്യാവശ്യമുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാ പ്രൊഡക്ട്സും മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ചോ, നല്ലതല്ലെങ്കിൽ പൊട്ടിച്ച പാക്കറ്റ് ആണെങ്കിൽ കമ്പനി തിരിച്ചെടുക്കും. പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പേ ക്വാളിറ്റി അഷ്വേർഡ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരുപാട് കൈകളിൽ നിന്ന് മാറി മാറി തിരിഞ്ഞു വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മുടെ കമ്പനിക്ക് DP സെന്റർ പോലും ഇല്ല. നേരിട്ട് കസ്റ്റമറിന്റെ വീട്ടിലേക്ക് കമ്പനി എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും. ലീഡേഴ്സ് അല്ല ഡെലിവറി ചെയ്യുന്നത്. ഇതിന് മുക്കിലും മൂലയിലും DP സെന്റർ കാര്യങ്ങളൊന്നുമില്ല. കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കമ്പനി നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തിച്ചേരും. നിങ്ങൾ പ്രൊഡക്റ്റ് ക്യാഷ് കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ്? കമ്പനി ഡ്രൈവേഴ്സിന്റെ കയ്യിലാണ്. അവർ ബില്ലും തരും. ഓക്കെ, അപ്പൊ അത്രയും എന്തുണ്ട്, കസ്റ്റമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. പല MLM-കാരും ഇവിടെയുണ്ട്. ഇപ്പോൾ എന്നോട് പറയും, ഇന്നൊരു ലീഡർ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചുകൊണ്ടുപോയി, പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല സാറേ, എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുത്താണ്, എക്സ്പയർ ഡേറ്റ് ആയിപ്പോയി. അപ്പൊ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ എന്താണ്, ക്ലീനിങ് പ്രൊഡക്ട്സിനൊക്കെ 5 വർഷമൊക്കെയാണ് എക്സ്പയർ ഡേറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്തിനാണ് ഏതിനാന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കടകളിൽ നിന്ന് 2000 രൂപയുടെ ക്ലീനിങ് ആൻഡ് ഫുഡ് ഐറ്റംസ് കടമുള്ളവനും കടമില്ലാത്തവനും എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ പർച്ചേസിങ് മാത്രം നമ്മൾ മാറ്റിയാൽ മതി, അല്ലാതെ ഇവിടെ വലിയ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാ വീട്ടിലും ആവശ്യമുള്ള സാധനമാണ്, അവർ മറ്റൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ ബ്രാൻഡ് ഒന്ന് മാറ്റുന്നേ. നിങ്ങൾ ടൈഡ് ഏരിയയിൽ സർഫെക്സിൽ ഉജാല സൺലൈറ്റ് പോലെയുള്ള പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതൊന്നും മാറ്റിപ്പിടിയുന്നേ. അവിടെ നിങ്ങൾ MRP കൊടുക്കണം, ഇവിടെ നിങ്ങൾ DP കൊടുത്താൽ മതി. ഓക്കെ, ടൈഡ് ഏരിയയിൽ സർഫെക്സിലൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റി ഉണ്ട്, എന്നാൽ അത്ര വിലയുമില്ല. കുറച്ച് ഇട്ടാൽ മതി, നല്ല സ്മെല്ലും പതയുള്ള പ്രൊഡക്റ്റുകളും കൂടിയാണ്. ഓക്കെ, എല്ലാ പ്രൊഡക്ട്സും ഒന്നിനൊന്നിനും മെച്ചാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെയാണ് ഈ പ്രൊഡക്ട്സുകൾ ജനങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ആ വരുമാനം കിട്ടും. കടകളിൽ നിന്നാണെങ്കിൽ ആ വരുമാനം കടക്കാരന് പോകും. അപ്പൊ നമ്മുടെ കമ്പനി 6 തരത്തിലുള്ള വരുമാനമാണ് തരുന്നത്. അപ്പൊ നിങ്ങൾ മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചു, പ്രൊഡക്ട്സ് എന്താന്ന് പഠിച്ചു. ഇനിയും പുതിയ പ്രൊഡക്ട്സുകൾ വരാനുണ്ട്. 57ഓളം പ്രൊഡക്ട്സുകളുണ്ട് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇൻകം പ്ലാൻ ഒന്ന് നോക്കാം. 6 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി തരുന്നത്. അതിൽ ഒന്നാമത്തെ വരുമാനം എല്ലാ കമ്പനിയിലും ഉള്ളതുപോലെ ഒരു ബിസിനസ് ആണെങ്കിൽ ഒരു വിൽപ്പനയുണ്ട് അവിടെ. ഓക്കെ, നമുക്ക് എന്താണ്, DPക്ക് കിട്ടും, MRPക്ക് വിൽക്കുക എന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാഷിംഗ് പൗഡർ 106 രൂപയാണ് DP, 122 രൂപയാണ് MRP, 16 രൂപയാണ് ലാഭം. ഇങ്ങനെ എല്ലാ പ്രൊഡക്ട്സിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്, 57 പ്രൊഡക്ട്സിന്റെ മുകളിലും വിൽപ്പന ലാഭമുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രൊഡക്ട്സ്, ഓഫേഴ്സ് ആൻഡ് ഗിഫ്റ്റ്, അതാണ് രണ്ടാമത്തെ വരുമാനം. ഓക്കെ, ഈ വരുമാനം അറിയണമെങ്കിൽ നമുക്കിപ്പോൾ 6 പാക്കറ്റ് വാഷിംഗ് പൗഡർ കിട്ടാൻ നിങ്ങൾക്ക് വാഷിംഗ് പൗഡർ 90 രൂപക്ക് വരെ കിട്ടും കേട്ടോ. ഇനി അത് നിങ്ങൾക്ക് 80 രൂപക്ക് കിട്ടാനുള്ള വഴിയുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കുക എങ്ങനെയാണ്, പല കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് ഇതൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷെ മീറ്റിംഗിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സായിട്ട് ഒന്നിരിക്കുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക. 6 പാക്കറ്റ് വാഷിംഗ് പൗഡർ മേടിക്കുമ്പോൾ 1 പാക്കറ്റ് വാഷിംഗ് പൗഡർ ഫ്രീ കിട്ടും.
അപ്പൊ നിങ്ങൾക്ക് 636 രൂപയ്ക്ക് 7 പാക്കറ്റ് കിട്ടുമ്പോൾ 90 രൂപ ഒരു പാക്കറ്റിന് വില വരുള്ളൂ. 122 രൂപക്ക് കൊടുക്കാം, 32 രൂപയോളം നിങ്ങൾക്ക് ലാഭമായി. 10 പാക്കറ്റ് കൊടുക്കാൻ പറ്റിയ 320 രൂപ വരുമാനമായി. ഓക്കെ, ഈ ബിസിനസ് 2 കാര്യം ചെയ്യാനുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നന്നായിട്ട് സാധനം എടുത്ത് മറ്റുള്ളവർക്ക് വിൽക്കുക, എന്നിട്ട് വരുമാനം ഉണ്ടാക്കുക. ഇങ്ങനെ വിൽക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അക്കൗണ്ടിൽ വരുമാനം തരുന്ന ഒരു കമ്പനിയും കൂടിയാണ് നമ്മുടെ കമ്പനി. അതിന്റെ പുറമെ വിൽപ്പനാ ലാഭം വേറെയും ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, ഡെയിലി ഈ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ആളുകളെ നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഓരോ ID കൊടുത്തിട്ട് അവരുടെ IDയിൽ എന്ത് ചെയ്യുക, പർച്ചേസിങ് നടത്തിക്കുക, അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിക്കുക. എന്ന് വെച്ചാൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഈ 2 പണി ഇവിടെ ചെയ്യാനുള്ളൂ. പിന്നെ നല്ല വരുമാനം ആഗ്രഹിക്കുന്നവർ ഇത് രണ്ടും ചെയ്യും. ചില ആളുകൾക്ക് വിൽപ്പന എന്ന് പറയുന്നത് മടിയാണ്. പക്ഷെ തുറക്ക സമയത്ത് ചെറുതായിട്ട് വിൽക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി മറ്റുമൊക്കെ മനസ്സിലാക്കാൻ. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഫോണ് ആരോ ഒരാൾ നിങ്ങൾക്ക് വിറ്റതാണ്, യെസ് ഓർ നോ? ഇപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ പാന്റ് അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ മാക്സി, ഇതൊക്കെ നിങ്ങൾക്ക് ആരോ ഒരാൾ വിറ്റതാണ്. ഇന്ന് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള പകുതി മുക്കാൽ ആ സാധനം ആരോ ഒരാൾ നിങ്ങൾക്ക് വിറ്റതാണ്. ഓക്കെ, അപ്പൊ ഡെയിലി വിൽപ്പന എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മൾ വിൽക്കാതിരിക്കുന്നത് പൊട്ടത്തരം തന്നെയാണ്. ഓക്കെ, അപ്പൊ വിൽക്കുന്നതിൽ എന്താണ് ഒരു അഭിമാനക്കേടൊന്നും ആരും കാണണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിന് പറ്റുന്നത്ര പേരിലേക്ക് വിൽക്കുക. വിറ്റ് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇത് എവിടുന്നാണ് കിട്ടുന്ന, നല്ല സാധനമാണല്ലോ. അപ്പൊ അവർക്ക് ബിസിനസ്സും കൂടി പറഞ്ഞു കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് വിൽപ്പന നിർത്താം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ട് വിൽക്കുകയും ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് എന്നേക്കാൾ വരുമാനമുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി നിങ്ങളിങ്ങനെ വിൽക്കാൻ വേണ്ടി എടുക്കുന്ന പ്രൊഡക്ട്സിന്റെ പോയിന്റിന്റെ പകുതി, നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും എന്തുണ്ട്, പോയിന്റ് ഉണ്ട്. വാഷിംഗ് പൗഡറിന് 3 പോയിന്റ് ആണ്. 6 പാക്കറ്റ് എടുക്കുമ്പോൾ 18 പോയിന്റ് കിട്ടും, ഒരു പാക്കറ്റ് ഫ്രീയും കിട്ടും. ഓക്കെ, പുതിയ പ്രൊഡക്റ്റ് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് 9 പോയിന്റ് ആണ്. ഓക്കെ, സോപ്പിന് 2 പോയിന്റ് ആണ്. ഇങ്ങനെ എല്ലാ പ്രൊഡക്ട്സിനും പോയിന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്ര പോയിന്റിന്റെ സാധനമാണോ എടുക്കുന്നത്, നിങ്ങളുടെ IDയിൽ കാണിക്കുന്ന ഓരോ IDയിലും കാണിക്കുക, അതിന്റെ നേരെ പകുതി നിങ്ങളുടെ IDയിൽ വരുമാനം വരും. ഇനി എടുക്കുന്നവനിക്കും വിൽക്കുന്നവനിക്കും കിട്ടുന്ന വരുമാനമാണ് ഏത്, ടീം ബോണസ്. നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും എത്ര ബിസിനസ് ആണ് നടക്കുന്നത്, 250 പോയിന്റിന് ബിസിനസ് ലെഫ്റ്റ് റൈറ്റ് നടന്നാൽ 500 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടും. കൺഫ്യൂഷൻ അടിക്കേണ്ട, എനിക്കറിയാം പലരുടെയും മുഖം കാണുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഹോം ഷോപ്പിംഗ് കമ്മീഷൻ ആണ് 5ാമത്തെ വരുമാനം. നമ്മൾ 250 പോയിന്റിന്റെ സാധനം എടുക്കുമ്പോൾ ആ പോയിന്റിന്റെ ഡബിൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഹോം ഷോപ്പിംഗ് കമ്മീഷനായിട്ട് തരും. 300 പോയിന്റ് എടുത്താൽ 600 രൂപ കിട്ടും, 1000 പോയിന്റ് എടുത്താൽ 2000 രൂപ കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പനിക്ക് ഒരു റാങ്ക് സിസ്റ്റം ഉണ്ട്, എല്ലാ കമ്പനിക്കും ഉള്ളതുപോലെ കാലപരിമിതി ഇല്ലാതെ. എന്നാണ് ഓരോ റാങ്കിലും എത്തുന്നത്, 18 റാങ്കാണ്. ഈ റാങ്കിലാണ് പെൻഷനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് പെൻഷനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അപ്പൊ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് വരച്ചങ്ങോട്ട് കാണിച്ചു തന്നേക്കാം. ഓക്കെ, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട്, നമുക്ക് വേണ്ടത്, നമുക്ക് പല പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു 250 പോയിന്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ് സിസ്റ്റം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇവിടെ കാണിച്ചു തരും. നമ്മുടെ ഓരോ പ്രൊഡക്ട്സിന്റെ മുകളിൽ DP MRP ഒക്കെ നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ കുടുംബത്തിനും വേണ്ട പ്രൊഡക്റ്റുകൾ ഒരു കിറ്റായിട്ട് കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. പല എമൗണ്ടിന്റെ കിറ്റുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന കിറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, അൾട്രാ കിറ്റ് ആണ്. ഇതൊരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ വില എന്ന് പറയുന്നത് 1929 രൂപയാണ്. ID വെച്ചാൽ നമുക്ക് 1684 രൂപ കിട്ടും. 245 രൂപയാണ് ലാഭം. അപ്പൊ ഇതുപോലെയുള്ള 5 കിറ്റ് എടുത്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. 2 രൂപത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാം, 5 കിറ്റ് എടുത്തിട്ടും 10 കിറ്റ് എടുത്തിട്ടും. അപ്പൊ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂട്ടിയിട്ട് ഒരു 250 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പർ വെച്ച് ID അടിച്ചു. ഈ ID നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യും. 250 പോയിന്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഹോം ഷോപ്പിംഗ് കമ്മീഷൻ 250ന്റെ ഡബിൾ 500 രൂപ കിട്ടും. അപ്പൊ 500 പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ 1000 കിട്ടും. ഓക്കെ, അപ്പൊ 250 പോയിന്റ് ആയാൽ ഹോം ഷോപ്പിംഗ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് ഒറ്റ പർച്ചേസ് ആയിരിക്കണം ഹോം ഷോപ്പിംഗ് കമ്മീഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള 5 കിറ്റ് എടുത്താൽ 5 × 1654, ഒരു കിറ്റിന് 50 പോയിന്റ്. അപ്പൊ 5 കിറ്റിന് 250 പോയിന്റ് ആയി. 8420 രൂപയാണ് നിങ്ങളുടെ മുതൽ മുടക്ക്. ഇനി കിറ്റായിട്ട് തന്നെ എടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കൂട്ടി വെച്ചിട്ട് 250 പോയിന്റ് ആയ അതിന്റെ DP ടോട്ടൽ എത്രയാണോ അത് നിങ്ങൾ കമ്പനിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു വ്യക്തി, ഇപ്പൊ ഇതൊരു ഷംസു എന്ന് പറയുന്ന വ്യക്തി എന്തെടുത്തു, 250 പോയിന്റ് എടുത്തു, 8420 രൂപ മുടക്കി. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രൊഡക്ട്സ് എത്തി, കമ്പനി നേരിട്ട് പ്രൊഡക്ട്സ് എത്തിച്ചു കൊടുക്കും. ഏത് ജില്ലയിലാണെങ്കിൽ കൂടി, കേരള, കർണാടക, തമിഴ്നാട് 3 സ്റ്റേറ്റിലും എന്താണ് ഫ്രീ ഡെലിവറി ആണ്. ഓക്കെ, 8420 രൂപ മുടക്കിയപ്പോൾ ഇത് ഒന്നും ചെയ്തിട്ടില്ല.
കിറ്റ് വീട്ടിൽ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ, ഒരാൾക്കും കൊടുത്തിട്ടില്ല, പൊട്ടിച്ചിട്ട് പോലില്ല. പക്ഷെ ഇദ്ദേഹത്തിന് 500 രൂപ എവിടെ കിട്ടി? അക്കൗണ്ടിൽ വരുമാനമായി. 8420 രൂപ മുടക്കിയപ്പോഴത്തേക്ക് 500 രൂപ അക്കൗണ്ടിൽ കിട്ടി. ഇതിന്നൊരു 25 പോയിന്റ് ഇദ്ദേഹത്തിന്റെ ഐഡിയ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് റീറ്റെയിൽ സെയിൽസ് ബോണസ് ഒരു 12 രൂപ വീണ്ടും എന്ത് കിട്ടും? അക്കൗണ്ട് കിട്ടും. ബാക്കി എത്ര പോയിന്റ് ഉണ്ട്? 225 പോയിന്റ് ഉണ്ട്. അതിന് ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള 2 ഐഡിയ അടിക്കാം. അപ്പോൾ ഒരു 500 പോയിന്റ്, ഒരു 250 പോയിന്റിൽ 3 ഐഡിയ അടിക്കാം, അല്ലെങ്കിൽ 5 ഐഡിയ അടിക്കാം, അല്ലെങ്കിൽ 25 പോയിന്റിന്റെ എത്ര ഐഡിയ വേണമെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ 2 ഐഡിയ ആണ്, ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് റൈറ്റിൽ നമ്മൾ ആ പകുതി പോയിന്റിന് 225 പോയിന്റ് ഇദ്ദേഹത്തിന് സ്റ്റോക്കിൽ അപ്പോഴും കിടപ്പുണ്ടാവും. ഇദ്ദേഹം എടുത്ത പോയിന്റിന് നമ്മുടെ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഐഡിയയിൽ പോയിന്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പല കമ്പനികൾക്കും, ഇന്ന് കാണുന്ന മാർക്കറ്റിലുള്ള പല കമ്പനികൾക്കും 100-ലേറെ കമ്പനികൾ ഇന്നുണ്ട് കേരളത്തിൽ. ഐഡിയയിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പോയിന്റ് മറ്റൊരാൾക്ക് കൊടുക്കാനോ മറ്റോ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഇത് സ്റ്റോക്ക് ആയിട്ടാണ് ഈ പോയിന്റ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്റ്റോക്കിലുള്ള പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് ഐഡിയ അടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ പ്രൊഡക്ട്സ് കട്ടിന്റെ അടിയിൽ എന്ത് ചെയ്യത്തില്ല? പെട്ടുപോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 112.5 പോയിന്റ് ലെഫ്റ്റിലും 112.5 പോയിന്റ് റൈറ്റിലും കാണിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരു 225 രൂപ വരും. കൂടെ മകന്റെ അക്കൗണ്ടിൽ ഈ 112 പകുതി ഒരു 56 രൂപയോളം മകന്റെ അക്കൗണ്ടിൽ വരും. അപ്പൊ ഒരു 112 രൂപ വീണ്ടും കിട്ടും. അപ്പം പ്രൊഡക്ട്സ് വിറ്റാലും വിറ്റില്ലെങ്കിലും 500 കിട്ടി, 12 കിട്ടി, 225 കിട്ടി, 122. ഏകദേശം ഒരു 900 രൂപയുടെ അടുത്ത് എവിടെ കിട്ടി? പ്രൊഡക്ട്സ് വിറ്റാലും വിറ്റില്ലെങ്കിലും അക്കൗണ്ടിൽ കിട്ടി. ഇനി ഒരു കിറ്റിന്റെ മുകളിൽ 245 രൂപ ലാഭമുണ്ട്, 5 കിറ്റിന്റെ മുകളിൽ 1225 രൂപയും. അപ്പൊ 2200 ചില്ലാൻ രൂപയുടെ അടുത്ത് എന്താണ്? 8420 രൂപ മുടക്കുമ്പോൾ വരുമാനമായി. ഒരു ദിവസം ഒരു കിറ്റ് വെച്ച് കൊടുത്താൽ 5 ദിവസം കൊണ്ട് 5 കിറ്റ് തീർന്നു ഡിയർ ഫ്രണ്ട്സ്. ഒരു ദിവസം തന്നെ 5 പേർക്ക്. നീ ഇപ്പൊ കടയിൽ നിന്നല്ല സാധനം മേടിക്കുന്നത്, ഇനി മുതൽ കടയിൽ നിന്ന് മേടിക്കേണ്ട, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ. കൂടെ ഈ കിറ്റിന്റെ ഉള്ളിൽ കൂപ്പണൊക്കെ ഉണ്ടാവും. അതിലൂടെ അവർക്ക് 1 രൂപ മുതൽ 5000 രൂപ വരെയും 0.1 ഗ്രാം മുതൽ 1 പവൻ വരെ ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റ് ഉറപ്പല്ല, കൂപ്പൺ ഉണ്ടാവും. കിറ്റിന്റെ ഉള്ളിലും കിറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ വാഷിംഗ് പൗഡറിന്റെ ഉള്ളിലും എന്തുണ്ടാവും? കൂപ്പൺ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ 500 പോയിന്റ് ആണ് എടുക്കുന്നെങ്കിൽ 10 കിറ്റ്. ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയത് ഏകദേശം 12,300 രൂപക്കാണ്. ഓക്കെ, അപ്പൊ 10 കിറ്റിന് 1654 ആകുമ്പോൾ 16,840 രൂപ വരും. അപ്പോൾ 900 രൂപയുടെ അടുത്ത് കയറിയെടുത്ത് ഒരു 1800 രൂപയോളം ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടും. പ്ലസ് നിങ്ങൾക്ക് സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് നിങ്ങൾ ഒരുമിച്ച് കയറും. അതായത് നമ്മുടെ റാങ്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് സിൽവർ സ്റ്റാർ മുതലാണ്. അതിന്റെ ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് കിട്ടും 500 പോയിന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുത്താൽ എന്ത് കിട്ടും എന്നുള്ളത് ഇനി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിച്ചാൽ എന്ത് കിട്ടും? അപ്പൊ നമ്മുടെ ഓരോ റീപർച്ചേസിലും എന്താണ്? ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും 250 പോയിന്റ് എടുക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ, തുടർച്ചയായിട്ടുള്ള റീപർച്ചേസോ അക്കൗണ്ടിൽ പൈസ വരാൻ വേണ്ടിയിട്ട് വീണ്ടും പർച്ചേസ് ചെയ്യുക, ഇതൊന്നും എവിടെയില്ല, നമ്മുടെ ഡാമലൈസ് എന്ന് പറയുന്ന കമ്പനിയിൽ പറയുന്നില്ല. ഇനി എടുപ്പിച്ചാൽ എന്ത് കിട്ടും? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എടുപ്പിച്ചാൽ നിങ്ങൾ ഒരു 250 പോയിന്റ് എടുത്താൽ നിങ്ങൾക്ക് 900 രൂപയോളം പ്രൊഡക്ട്സ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അക്കൗണ്ടിൽ കിട്ടുന്നു. ആ പ്രൊഡക്ട്സിന്റെ ലാഭവും കിട്ടുന്നു. ഇത് നിങ്ങൾ എത്ര പേരെ കൊണ്ട് ചെയ്യിച്ചാൽ അവർക്കും കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു 250 പോയിന്റ് നിങ്ങളുടെ ലെഫ്റ്റിലും 250 പോയിന്റ് നിങ്ങളുടെ റൈറ്റിലും നടന്നാൽ 500 രൂപ നിങ്ങൾക്ക് ടീം ബോണസ് കിട്ടും. കൂടെ ഈ എടുത്ത 2 പേർക്ക് എന്ത് കിട്ടും? 900 രൂപയോളം അക്കൗണ്ടിലും ആ പ്രൊഡക്ട്സിന്റെ വിൽപ്പന ലാഭവും. ഇനി ഇവർ 2 പേരെ കൊണ്ട് എടുപ്പിച്ചു, അപ്പൊ ഇവർക്ക് ഈ 500 രൂപ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 250 പോയിന്റ് ബിസിനസ് ലെഫ്റ്റ് റൈറ്റ് നടന്നു. നിങ്ങൾ ആ സമയത്ത് വേറെ ജോലിയിലാണെങ്കിൽ കൂടി നിങ്ങളുടെ വരുമാനം 1000 രൂപയാണ്. ഇങ്ങനെ ടീമിലൂടെ 2 4 ആവും, 4 8 ആവും, 8 16 ആവും, 16 32 ആവും. ഇങ്ങനെ ഒരു ടീമിലൂടെ ഇവിടെ ഒരു 10,000 പോയിന്റും ഇവിടെ ഒരു 10,000 പോയിന്റിന്റെ ബിസിനസ് നടന്നാൽ നിങ്ങളുടെ വരുമാനം 20,000 രൂപയാണ്. ഓക്കെ, ഇവിടെ ഒരു 20,000 പോയിന്റ് ബിസിനസ്സും ഇവിടെ ഒരു 20,000 പോയിന്റ് ബിസിനസ്സും നടന്നാൽ നിങ്ങളുടെ വരുമാനം 40,000 രൂപയാണ്. ഇങ്ങനെ ഒരു ദിവസം 40,000 രൂപ, പ്രതിമാസം 12 ലക്ഷം രൂപ നിങ്ങൾക്ക് ടീം ബോണസ് മേടിക്കാം ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റിലൂടെ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ എല്ലാ വീട്ടിലും അലക്കും കുളിക്കും വീട് വൃത്തിയാക്കും. മരിച്ചാൽ ആദ്യം ചെയ്യുന്നതും കുളി, ജനിച്ചാൽ ആദ്യം ചെയ്യുന്നതും കുളി, മരിച്ചാൽ അവസാനം ചെയ്യുന്നതും കുളി തന്നെയാണ്. സോപ്പില്ലാതെ പരിപാടി നടക്കൂല. ഓക്കെ, മലയാളി ഒരു ദിവസം 1 2 തവണ കുളിക്കും. അപ്പൊ മലയാളികളെ വെച്ചുകൊണ്ട് മാത്രം ഇവിടുന്ന് ലക്ഷങ്ങൾ കോടികൾ എന്ത് ചെയ്യാം? നമുക്ക് വരുമാനം ഉണ്ടാക്കാം.
ഓക്കെ, അപ്പോൾ ഒരു ടീമിലൂടെ പ്രതിമാസം 12 ലക്ഷം രൂപ വരുമാനം മേടിക്കാനുള്ള അവസരം ഇവിടെ ആര് തന്നിട്ടുണ്ട്? ഡെയിലി യൂസ്ഡ് പ്രൊഡക്റ്റിലൂടെ കമ്പനി തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പെൻഷൻ കിട്ടുക? അതാണ് നമ്മുടെ 6ാമത്തെ വരുമാനം. ഈ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? 250 പോയിന്റ് മുതലാണ്. 250 പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് വന്നാൽ നിങ്ങൾ സിൽവർ സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലെത്തും. ആദ്യത്തെ റാങ്ക് 500 രൂപ നിങ്ങൾ ടീം ബോണസ് മേടിക്കുമ്പോൾ നിങ്ങൾ സിൽവർ സ്റ്റാർ ആയി. സ്വന്തമായിട്ട് എടുത്തിട്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ടായാലും മതി. അവിടെ നിങ്ങൾക്ക് 0.1 ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ കമ്പനിയിൽ നിന്ന് കിട്ടും. 500 രൂപ വരുമാനം മേടിക്കുമ്പോൾ ഒരു ദിവസം ജോലിക്ക് പോയാൽ ഫസ്റ്റത്തെ ദിവസം നിങ്ങളുടെ 500 രൂപയാണ് കൂലിയെങ്കിൽ അന്ന് വേറെ എന്തെങ്കിലും ആ കമ്പനി തരുമോ? ആ ജോലിയുടെ മുതലാളി തരുമോ? ഇല്ല. എന്നാൽ ഇവിടെ 500 രൂപ നിങ്ങൾ വരുമാനം മേടിക്കുമ്പോഴേക്ക്, ടീമിലൂടെ മേടിക്കുമ്പോഴേക്ക് 150 മില്ലിഗ്രാം 400 ചില്ലാൻ രൂപ വിലയിരുന്ന ഒരു ഗോൾഡ് കോയിനും പ്ലസ് നിങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ച വരെ ഒരു ട്രെയിനിങ്ങും, നല്ല AC ഹാളിൽ അടിപൊളി ട്രെയിനിങ്, ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, തുടക്കക്കാരെങ്ങനെ വളരണം എന്നുള്ളത് പഠിപ്പിച്ചു തരും. അപ്പൊ ഇവിടെ വരുമാനത്തിന്റെ കൂടെ വഴിയും കൂടി വെട്ടിത്തരുന്നുണ്ട്. മുന്നോട്ടേക്ക് പോവാനുള്ള തടസ്സങ്ങളെ തട്ടിമാറ്റി എങ്ങനെ കുതിക്കണം എന്നുള്ളത് കൂടി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതിന് ചെറിയൊരു ഫീസ്, ഒരു 150 രൂപയോളം ഫീസ് ഉണ്ട്. എന്നാലും നഷ്ടമല്ല. കാരണം എന്താ, 400 ചില്ലാൻ രൂപയുടെ സാധനം പോക്കറ്റ് കിടപ്പുണ്ടായി. ഓക്കെ, ഇനി നിങ്ങൾ 1000 പോയിന്റ് 2000 രൂപ വരുമാനം മേടിച്ചാൽ നിങ്ങൾ ഗോൾഡൻ സ്റ്റാർ ആവും. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കിട്ടും. അവിടെ 100 മില്ലിഗ്രാം ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഇന്നത്തെ വിലപ്രകാരം 900 രൂപയുടെ അടുത്ത് വിലയുള്ള ഒരു ഗോൾഡ് കോയിൻ 2000 രൂപ വരുമാനം മേടിക്കുമ്പോഴേക്ക് ചിന്തിച്ചു നോക്കി, എവിടെയാ കിട്ടുക? ഓക്കെ, ഓവർ ഡ്യൂട്ടി എടുത്താൽ തരുമോ? ആദ്യത്തെ മാസങ്ങളിൽ ഓവർ ഡ്യൂട്ടിക്ക് വരെ ശമ്പളം തരില്ല ചിലപ്പോൾ. അപ്പോൾ ജോലിക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക. 2ാമത്തെ റാങ്കിലെത്തി. ഇനി അവിടെ 500 രൂപ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവും. പക്ഷെ ഉച്ചക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കും അതിവേഗം പെൻഷനിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് 2 ദിവസത്തെ ട്രെയിനിങ് ആണ്, പ്ലാറ്റിനം സ്റ്റാർ. അതിപ്പോ കമ്പനി കൊടുത്തിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വെച്ചിട്ടാണ്. പക്ഷെ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ റിസോർട്ടിലേക്കോ മറ്റോ എന്ത് ചെയ്യും, മാറും. കാരണം എല്ലാ സ്റ്റേറ്റിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരണമെന്നില്ല. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ കേരളത്തിലെ 14 ജില്ലയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആലപ്പുഴ എന്തായിരുന്നു, പോസിബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ 2 ദിവസത്തെ ട്രെയിനിങ് നിങ്ങൾക്ക് അവിടെ കിട്ടും. 8000 രൂപ വരുമാനം മേടിക്കുമ്പോൾ 8000 രൂപ വരുമാനം മേടിക്കുമ്പോൾ 2 ദിവസം പെർ ഹെഡ് ഒരു 10000 രൂപ ചിലവരുന്ന ട്രെയിനിങ് നിങ്ങൾക്ക് ഫീസ് ഇല്ല, ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്ത റാങ്ക് 16000 രൂപ, 8000 പോയിന്റ് നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റും വന്നാൽ 16000 രൂപ വരുമാനം മേടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 3ഓളം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. 4ാമത്തെ ട്രെയിനിങ് ഹോൾഡറുമായി നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു കോട്ട്, ഒരു യൂണിഫോം ആര് തരും? കമ്പനി തരും. ഓക്കെ, ഇന്ന് പല MLM കമ്പനിയിലും വരുമാനമൊന്നും ഇല്ലെങ്കിൽ കോട്ട് ഇട്ടിട്ട് കളിക്കുന്ന പല ലീഡർമാരുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കൂല. വൈഡ് ഡയമണ്ട് ആവുമ്പോൾ നിങ്ങൾക്ക് കോട്ട് ഇടുക, അതും കമ്പനി തരും കോട്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ജെന്യൂൻ എത്തിക്കൽ MLM കമ്പനിയാണ്. ഇനി നിങ്ങൾ 16000 രൂപ അവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരും, പെൻഷനിലേക്ക് എത്താനുള്ള ട്രെയിനിങ്. ഇനി 16000 പോയിന്റ് നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും വന്നാൽ 2 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്ത മാസം ആ ട്രെയിനിങ് ഉണ്ട്. മനസ്സിലായോ? 5 സ്റ്റാർ ഹോട്ടൽ, 16000 പോയിന്റ് ലെഫ്റ്റും റൈറ്റും. ആ റാങ്കിനെ വിളിക്കുന്നതാണ് റോയൽ വൈറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലും എന്തില്ല, ഫീ വരുന്നില്ല. ഇനി 32000 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വന്നാൽ 64000 രൂപ നിങ്ങൾ വരുമാനം മേടിച്ചാൽ നല്ലൊരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കമ്പനി തരും. ഡയമണ്ട് ലൈഫ്സിന്റെ നല്ലൊരു മൊബൈൽ ഫോൺ കമ്പനി തരുന്നതായിരിക്കും. ഇനി അടുത്ത റാങ്കാണ് നമുക്ക് പാസീവ് ഇൻകം. 64000 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വന്നാൽ 64000 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വന്നാൽ എന്റെ വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണോ? അതെ. ഓക്കെ, 64000 പോയിന്റ് ലെഫ്റ്റും റൈറ്റും വന്നാൽ നിങ്ങൾക്ക് കമ്പനിയുടെ മൊത്ത വിൽപ്പനയുടെ, ഇതുവരെ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ. പിന്നെ ലെഫ്റ്റും റൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ടീം ബോണസ് കിട്ടുന്നുണ്ട്. അതിന്റെ പുറമെ കമ്പനിയുടെ മൊത്ത വിൽപ്പനയുണ്ടല്ലോ, അതായത് ഇപ്പൊ ഒരു 4 കോടിയാണ് കമ്പനിയുടെ മൊത്ത വിൽപ്പനയെങ്കിൽ അതിന്റെ 0.5 എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയെ ഈ റാങ്കിലെത്തിയ എല്ലാവർക്കും വീതിച്ചു തരും. ഉദാഹരണം, 20 പേരാണ് ഉള്ളതെങ്കിൽ 2 ലക്ഷം ആയിരിക്കണം 20. ഒരാൾക്ക് 10000 രൂപ വെച്ചിട്ട് പെൻഷൻ കിട്ടും എല്ലാ മാസവും. ആ സമയം ചിലപ്പോൾ അവന്റെ ലെഫ്റ്റും റൈറ്റിലും ഒരു ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ കൂടി ഇത് കിട്ടും. 3 തലമുറക്ക് കിട്ടും. ഡിയർ ഫ്രണ്ട്സ്, എത്ര? 1,28,000 രൂപ വരുമാനം മേടിക്കുമ്പോഴേക്ക്
5 വർഷവും 10 വർഷവും മറ്റുള്ള കമ്പനിയിൽ പോയി വർക്ക് ചെയ്തവരും മറ്റുള്ള ജോലിക്ക് പോയവരും ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അവിടുന്ന് നിന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റത്തെ മാസം എന്തുണ്ട്? ഇത് കമ്പനിയുടെ മൊത്ത വിൽപ്പനയോടാണ് കിട്ടുക. നാളെ ഇന്ത്യ മൊത്തം ഇത് വ്യാപിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വിഹിതം കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, 140 കോടി ജനങ്ങളുണ്ട്. അലക്കുവേ, കുളിക്കുവേ, വീട് വൃത്തിയാക്കുവേ, എത്ര കോടിയുടെ ടേൺ ഓവർ നടക്കും? സർഫെക്സലിന്റെ ടേൺ ഓവർ എത്ര അറിയാം നിങ്ങൾക്ക്? അപ്പോൾ 6400 കോടിയൊക്കെയാണ് അവരുടെ ടേൺ ഓവർ. അതിന്റെ 10-1 ഇതിലേക്ക് പിടിച്ചാൽ മതി നമ്മൾ രക്ഷപ്പെടാൻ. ഇങ്ങനെ കമ്പനി ഉണ്ടല്ലോ, ഈ 2 ലക്ഷം രൂപയെ 18 റാങ്ക് വരെ എന്ന് വെച്ചാൽ ആദ്യത്തെ 6 റാങ്ക്, 18 റാങ്ക് ടോട്ടൽ ഉണ്ട്. അതിൽ ആദ്യത്തെ 6 റാങ്ക് വരെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? മൊബൈൽ ഫോണും കോട്ടും മറ്റതും മറിച്ചതൊക്കെ ആണെങ്കിൽ അടുത്ത 12 റാങ്കിൽ വരെ 12 × 2 ലക്ഷം ടോട്ടൽ 24 ലക്ഷം രൂപ കമ്പനി വീതിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 64,000ന്റെ ഡബിൾ 1,28,000 വരണം. വേണ്ട, 1,25,000 പോയിന്റ് വന്നാൽ ആ 2 ലക്ഷം രൂപയെ വീണ്ടും അവിടെ വീതിക്കും. ഓക്കെ, 2.5 ലക്ഷം രൂപ നിങ്ങൾ വരുമാനം മേടിച്ചാൽ 2 ലക്ഷം രൂപയെ വീണ്ടും വീതിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ 10 പേരാണുള്ളെങ്കിൽ ഒരാൾക്ക് 20,000 രൂപ വെച്ച് കിട്ടും. ഓക്കെ, ഇതിന്റെ കൂടെ ഇവർക്ക് ആദ്യത്തതും കിട്ടും. 64,000 പോയിന്റ് മാച്ച് ചെയ്തിട്ടുള്ള. അപ്പൊ 10,000 + 20,000 30,000 രൂപ എന്തായി? വരുമാനമായി. അടുത്ത റാങ്ക് ഏതാ? റോയൽ പർപ്പിൾ ഡയമണ്ട് എക്സിക്യൂട്ടീവ്. 2.5 ലക്ഷം പോയിന്റ് 5 ലക്ഷം രൂപ വരുമാനം മേടിച്ചാൽ നിങ്ങൾക്ക് അടുത്ത റാങ്ക് റോയാലിറ്റി അച്ചീവർ ആവും. ആ റാങ്കിൽ ചിലപ്പോൾ 4 പേരെ ഉണ്ടാവുള്ളൂ. 2 ലക്ഷം മരിക്കണം 4. എത്ര കിട്ടി? 50,000 രൂപ അല്ലേ? പിന്നെ തൊട്ട് താഴത്തെ റാങ്കിത്തെ 20,000, തൊട്ട് താഴത്തെ റാങ്കിത്തെ 10,000, 80,000 രൂപ വരുമാനമായി. ഇങ്ങനെ 18 റാങ്ക് വരെ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? റോയാലിറ്റി ലഭിക്കും. അപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ആര് തന്നിട്ടുള്ളത്? കമ്പനി തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഓരോ റാങ്കിൽ എന്ത് ലഭിക്കുന്നുണ്ട്? റോയാലിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റോയാലിറ്റി അച്ചീവേഴ്സിനെ ഒന്ന് കാണണം. അപ്പൊ ഞാൻ അവരെ ഒന്ന് എന്ത് ചെയ്തുതരാം? കാണിച്ച് തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാസ വരുമാനം 40,000 രൂപ, ഡെയിലി വരുമാനം 40,000 രൂപ, ടീമിലൂടെ 12 ലക്ഷം, പിന്നെ ഓരോ റാങ്കിലും റോയാലിറ്റി പിടിച്ച ആളുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് റോയാലിറ്റി പിടിച്ചിട്ടുള്ള, റോയാലിറ്റിക്ക് അർഹരായിട്ടുള്ള, എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെ സൂം മീറ്റിംഗിൽ അവരാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവർ രക്ഷപ്പെടാൻ കുറച്ച് കാരണങ്ങളുണ്ട്, അതും കൂടി ഞാൻ പറയട്ടെ. ഇവർ ചില കാര്യങ്ങളെ, ഈ ബിസിനസ് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് പരാജയപ്പെടാൻ ഈ 5-6 കാര്യങ്ങളാണ്. ഇതിനെ ചാടിക്കടന്നത് കൊണ്ടാണ്, ഈ മതിലിനെ, ഈ ഒരു പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. ആദ്യം എല്ലാവർക്കും ഉള്ള ഒന്നാണ് പേടി. ജോയിൻ ചെയ്യാനുള്ള പേടി. നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? 1, അഭിമാനം നഷ്ടപ്പെടുവോ? 2, നിലവിലുള്ള ജീവിതം താറുമാറിലാവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നില്ലേ? ഇവിടെ ആർക്കെങ്കിലും 1 രൂപ നഷ്ടപ്പെടുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും അലക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ നമ്മൾ ഒരാളും പേടിക്കേണ്ട. ആർക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? വിജയം കൈവരിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ഫോൺ കോൺടാക്റ്റിൽ 3000-ലേറെ ആളുകളുണ്ട്. അതിൽ വെറും 5 ഫാമിലിക്കുള്ള പ്രൊഡക്റ്റേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ ഇവിടെ എന്ത് ചെയ്യണ്ട? മുടക്കണ്ട. പിന്നെന്താ? ഫിയർ ഓഫ് നോട്ട് നോവിങ് ഇനഫ്. എന്താണ്? എനിക്കൊന്നും അറിയില്ല എന്നുള്ള ചിന്താഗതി. ഓക്കെ, ഇവിടെ എന്താ അറിയാനുള്ളത്? കുളിക്കാൻ സോപ്പ് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയൂലേ? ഫ്ലോർ ക്ലീനർ എന്തിനാന്ന് നിങ്ങൾക്ക് അറിയൂലേ? ഒരാൾ ജോയിൻ ചെയ്താൽ 900 രൂപ കിട്ടും അക്കൗണ്ടിൽ, വിറ്റ് കഴിഞ്ഞാൽ വിൽപ്പന ലാഭം കിട്ടും. ഇതിലെന്താ അറിയാനുള്ളത്? നമ്മൾ ഈ കാണുന്ന എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് ബിസിനസ് ചെയ്തവരാ. നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് അറിഞ്ഞിട്ടായിരുന്നു? നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത് അറിഞ്ഞിട്ടായിരുന്നു? ഒന്നും അറിഞ്ഞിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് എന്താണ്? ചെയ്ത് പഠിച്ചതാ. 1 ചവിട്ടിയാൽ 2ാമത്തെ സ്റ്റെപ്പ് തനിയെ വരും, 2 ചവിട്ടിയാൽ 3 തെളിയും, 3 ചവിട്ടിയാൽ 4 തെളിയും. പിന്നെ ഫിയർ ഓഫ് സ്റ്റാർട്ടിങ്. എന്താ? മറ്റുള്ളവർ സാധനമൊക്കെ ഇറക്കും, മറ്റുള്ളവരോട് പറയാനുള്ള ഒരു പേടി. എന്തിനാ അവിടെ പേടിക്കുന്നത്?
അവനോട് പറ, നീ ആ കടയൊന്ന് മാറ്റി പിടിച്ചിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാതെ ഒന്നും കിട്ടൂല. സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ മരിക്കണം, വേണ്ടേ? അപ്പൊ തുടക്കം കുറിക്കാതെ ഒന്നും തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല. ഇനി തുടക്കം കുറിച്ച് മറ്റുള്ളവരോട് ഇത് പറയാനുള്ള പേടി, അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിക്കാനുള്ള പേടി. നമ്മൾ ചെയ്യുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭയക്കുന്നത്? ഓക്കെ, ഫിയർ ഓഫ് ഡയറക്റ്റിംഗ് ദർ ടീം, ടീമിനെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള പേടി. അതിനല്ലേ നിങ്ങൾക്ക് ലീഡേഴ്സ്, എന്നെ പോലെയുള്ള ശക്തരായിട്ടുള്ള ലീഡേഴ്സ്, കൃത്യമായിട്ട് ഓരോ റാങ്കും 18 റാങ്കും. ഓക്കെ, പിന്നെ രക്ഷപ്പെടുമോ എന്നുള്ള പേടി, ഫിയർ ഓഫ് സക്സസ്. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുമോ എന്നുള്ള ചിന്തിക്കേണ്ടത്. എന്താ ചിന്തിക്കേണ്ടത്? തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കവും ഞാൻ കാണിക്കും എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം. ഒരു തുടക്കമുണ്ടെങ്കിൽ അതിനൊരു ഒടുക്കവും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ച് പിടിച്ച് കയറാൻ പറ്റുമെന്ന് ഞാൻ പറയാറുണ്ട്, അല്ലെ? ഇതുപോലെ ഡാമർ ലൈഫ്സിനെ ചുറ്റുഭാഗത്തിൽ നിന്നും നെഗറ്റീവ് വന്ന സമയത്ത് ഇടിച്ചിടിച്ച് നിന്നിട്ട് ഇന്ന് പിടിച്ച് പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനെയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഓക്കെ, ആദ്യത്തെ റോയാലിറ്റി, ഫസ്റ്റ് ലെവൽ റോയാലിറ്റി, ഒരു റോയാലിറ്റിക്ക് അർഹനായിട്ടുള്ളത് ബുഷ്ര പുലാമന്തോൾ, വീട്ടമ്മയാണ്. വീട്ടമ്മമാരാണ് ഇവരൊക്കെ. ഓക്കെ, ഇന്ന് ഇവരെ ഒരു റോയാലിറ്റിക്ക് അർഹനാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി 3 തലമുറക്ക് ഈ റോയാലിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത ആള് നെജ്മ കരുളായി. ചിലപ്പോൾ ഇവരുടെ ടീമിലുള്ളവർ ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാവും. ആ ടീമിലുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നെജ്മ എന്താണോ പറയുന്നത്, ബുഷ്ര മേഡം എന്താണോ പറയുന്നത്, അവരുടെ മുകളിലുള്ള ലീഡേഴ്സ് എന്താണോ പറയുന്നത്, അത് നിങ്ങൾ കേട്ടാൽ ഇവർക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്കും കിട്ടും. ഓക്കെ, ഇവരും വീട്ടമ്മയാണ്. ഓക്കെ, അതുപോലെ തന്നെ കണ്ണൂര് ചെറിയൊരു ഷോപ്പൊക്കെ കിട്ടിയിട്ട് എന്റെ മെന്റർ ആയിട്ടുള്ള സഫാൻ സാറിന്റെ ടീമിലുള്ള അദ്ദേഹത്തിന്റെ ഇൻകം സൈഡ് ആയിട്ടുള്ള ലസിത മേഡം, ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഇവർക്ക് സ്വന്തമായിട്ട്. ഷോപ്പിന്റെ കൂടെ ഇവർ ഈ ബിസിനസ് ചെയ്തത്. നാളെ ആ ഷോപ്പ് പൂട്ടിപ്പോയാൽ 1 രൂപ വരുമാനമില്ല. ഓക്കെ, എന്നാൽ ഇവിടെ എന്താ, ഇത്രയും കാലം പ്രവർത്തിച്ചതിന് അയാൾക്ക് പെൻഷൻ പോലെ ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവർക്ക് ഇപ്പോൾ എന്താണ്, കേരളത്തിലെ ഇന്ത്യയിലുള്ള 3 സ്റ്റേറ്റിൽ ഇവർക്ക് ടീമുണ്ട് എന്ന് വേണേൽ പറയാം. കാരണം ഇവരെന്താണ്, 3 സ്റ്റേറ്റിലുള്ള അലക്കിയാലും കുളിച്ചാലും വീട് വൃത്തിയാക്കിയാൽ ഇവർക്ക് വരുമാനമാണ്. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൽ നിന്നാണ് കിട്ടുക, ലാഭത്തിൽ നിന്നല്ല, ടേൺ ഓവറിൽ നിന്ന്. അതേസമയം ഒരു പെണ്ണിന് എത്ര ഷോപ്പ് ഇടാൻ പറ്റും ഓരോ ജില്ലയിലും? ഓക്കെ, അപ്പോൾ ഒരു ബിസിനസിന്റെ ലിമിറ്റേഷൻ ഇവരുടെ എന്തായി മാറി? വലിയൊരു വരുമാനമായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞാൽ ആ ഷോപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. മറ്റൊരു വീട്ടമ്മ ഖദീജ, AR നഗർ. ഓക്കെ, ആലുവയിൽ നിന്നുള്ള ഇസാഖ് സാർ. മനസ്സിലായോ? ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ 40 ലക്ഷം രൂപയോളം മുടക്കി ബാംഗ്ലൂരിൽ സ്വന്തമായിട്ട് ഹോട്ടലുള്ള വ്യക്തിയായിരുന്നു. ആ ബിസിനസ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഡാമർ ലൈഫ്സ് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത്. ഇന്ന് കർണാടകയിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഇദ്ദേഹം വരുമാനം കൊടുക്കുന്നു. ഇക്ബാൽ പുത്തൂര്. ഓക്കെ, ഇവരൊക്കെ മറ്റൊരു MLM-ൽ നിന്ന് വന്നതും കൂടിയാണ്. മറ്റൊരു MLM-ത്തിൽ വന്നിട്ട് 1 വർഷം കൊണ്ട് കമ്പനിയുടെ എന്തായി? റോയാലിറ്റി അച്ചീവറായി. മനസ്സിലായോ? അപ്പൊ അത്രയും സിമ്പിൾ ആണ്. ടീച്ചർമാർക്ക് മാതൃകയായിട്ട് അസീന മേലാറ്റൂർ, അസീന ടീച്ചർ. അതുപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലംബർ ആയിട്ടുള്ള, വയറിങ്ങും പ്ലംബിംഗ് ഒക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി, ഹാരിസ് തലയാട്, ഇന്ന് ഒരു റോയാലിറ്റിക്ക് അർഹനാണ്. മാത്രമല്ല ഇന്നത്തെ കേരള ടീം മൊത്തം ഇദ്ദേഹത്തിന്റെ വൺ സൈഡ് ആണ്. കേരള കർണാടക ടീം മൊത്തം. നമ്മുടെ ഗ്രേറ്റ് ലീഡർ സെലീന മേഡത്തിന്റെ മകൻ, ഓക്കെ, ഫവാദ് സാറ്. ഓക്കെ, ഇന്ന് 5 റോയാലിറ്റിക്ക് സെലീന മേഡം, ഉമ്മ അർഹയാണ്. ഉമ്മയുടെ വളർച്ച കണ്ട് ഇന്ന് ഫുൾ ടൈം ആയിട്ട് ഡാമലൈസ് ചെയ്യുന്ന ഫവാദ് സാർ എന്താണ്, ഒരു റോയാലിറ്റിക്ക് അർഹനാണ്. ഒരു കുടുംബത്തിൽ 6 റോയാലിറ്റി ആയി. ഓക്കെ, ഈരാട്ടുപേട്ടയിലുള്ള മുനിസിപ്പാലിറ്റിയുള്ള അക്കൗണ്ടന്റ് ആയിരുന്നു ഡാമലൈസിൽ വരുന്ന സമയത്ത് അസീന ജുനി. ഓക്കെ, ഇന്ന് വീട്ടമ്മയായിട്ട് തുടരുന്നെങ്കിലും ഡാമലൈസിൽ ഒരു റോയാലിറ്റിക്ക് അർഹയാണ്. ടീച്ചറായിട്ടുള്ള, സ്വപ്നം കണ്ട് ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷനിൽ എത്തിയിട്ടുള്ള യങ് ലീഡർ ആയിട്ടുള്ള അരണ്യ കാഞ്ഞിരപ്പള്ളി, ടീച്ചിങ് എന്ന് പറയുന്ന ജോബ് ഒഴിവാക്കിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. റോയാലിറ്റിക്ക് അർഹയാണ്. അതുപോലെ തന്നെ ബാങ്കിൽ ഒരു ജോബ് ഉണ്ട്. അതിന് പുറമെ തന്നെ ചില കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഐസ്ക്രീമിന്റെ ഒക്കെ. അതിന്റെ കൂടെ ഡാമലൈസ് ചെയ്തിട്ട് എന്താണ്, അജ്മൽ എടവണ്ണ എന്താണ്, കമ്പനിയുടെ റോയാലിറ്റി പെൻഷൻ പറ്റിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മൈമൂന മുതുകുർശി. ഓക്കെ, ഇവരൊക്കെ പോരാടി നേടിയെടുത്ത ഇത് വീട്ടമ്മയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് എന്തുള്ളത്, ഇതിൽ നിന്ന് വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇതിനുള്ള കാരണം എന്താ അറിയോ? പല MLM കമ്പനിയുള്ള ടോപ്പ് ലീഡേഴ്സ് അടക്കം
നമ്മുടെ MD അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് മുകളിലുള്ള ഒരു ID തരുമോ സാറേ എന്ന് ചോദിച്ച സമയത്ത് MD പറഞ്ഞ അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നിലവിൽ വന്നവരുടെ താഴത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലാതെ ഇവിടെ ID വിൽക്കുന്ന പരിപാടിയോ ഒരാളുടെ കഴിവ് കണ്ടിട്ട് കഴിവില്ലാത്തവരുടെ ഒരു കൂട്ടം ആൾക്കാരുടെ മുകളിൽ കൊണ്ടുപോയി ഇടുന്ന പരിപാടിയോ ഇവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്തോളാം, എൻ്റെ കൂടെ വരുന്ന ആളുകളെ 1 നിന്ന് തുടങ്ങുന്നവരെ ഹീറോ ആക്കി മാറ്റിക്കോളാം, 0 നിന്ന് തുടങ്ങുന്നവരെ ഹീറോ ആക്കി മാറ്റിക്കോളാം. ഓക്കെ, ഈ ഒരു അജണ്ടയിൽ കമ്പനിയും ലീഡേഴ്സും മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഒരു കൂട്ടം വീട്ടമ്മമാർക്ക് എന്തായത് റോയാലിറ്റിക്ക് അർഹരായി മാറിയത്. അപ്പൊ കഴിവുള്ളവനെ മാത്രം പൊക്കുന്ന കമ്പനി അല്ല ഡിയർ ഫ്രണ്ട്സ്, മനസ്സിലാക്കി നിങ്ങൾ. ഇനി 2 റോയാലിറ്റിക്ക് അർഹരായിട്ടുള്ള ആളുകളെ നോക്കാം. 2 റോയാലിറ്റി. ആദം സിയാദ് സാർ പല ബിസിനസ്സുകൾ ചെയ്ത് കഴിവില്ലാത്തത് കൊണ്ടല്ല, പരിശ്രമിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ വേണ്ടതുപോലെ വിജയിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഡാമർ ലൈഫ്സിൽ ആ കഴിവുകളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന് എന്താണ്, മാസം 1 ലക്ഷം രൂപയുടെ അടുത്ത് ടീമിലൂടെ വരുമാനം. ഇന്ന് 2 റോയാലിറ്റി അർഹനാണ്. ഓക്കെ, അനീഫ ബസ് കണ്ടക്ടറുടെ പിന്നെ KSRTC കണ്ടക്ടറുടെ വൈഫാണ്. ഹസ്ബൻഡായിരുന്നു ഈ ബിസിനസ് ഏറ്റെടുത്തത്. സർക്കാർ ജോലി ആയതുകൊണ്ട് ഭാര്യയുടെ പേരിൽ ID അടിച്ചു. ഇന്ന് 2 റോയാലിറ്റിക്ക് അർഹയാണ്. ഓക്കെ, ബുഷ്ര മമ്പാട് വീട്ടമ്മയാണ്, ഇവരും വീട്ടമ്മമാരാണ്. ഓക്കെ, ഇന്ന് 2 റോയാലിറ്റിക്ക് അർഹയാണ്. അതുപോലെ തന്നെ ജംഷീന കാവനൂർ ഇന്ന് 2 റോയാലിറ്റിക്ക് അർഹയാണ്. അതുപോലെ തന്നെ ഷഹീമ മുജീബ് ഫാമിലി ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഭാര്യയ്ക്ക് പുറമെ വീട്ടിൽ ഹസ്ബൻഡും എന്താണ് 2 റോയാലിറ്റിക്ക് അർഹയാണ്. ഓക്കെ, കോഴി ഫാം ആയിരുന്നു ഇവരുടെ ആദ്യത്തെ ബിസിനസ്. ഓക്കെ, ഇന്ന് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഡാമലൈസ് ചെയ്യുന്നു. അസ്മാബി മാഡത്തിന്റെ മരുമകൾ, ഓക്കെ, ഉമ്മ ചെയ്യുന്ന ബിസിനസ് ഫോണിലൂടെ കേട്ട് പഠിച്ച് ഇന്ന് 2 റോയാലിറ്റിക്ക് മരുമകളും എന്താണ് അർഹയാണ്. ഓക്കെ, അപ്പൊ ആർക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. ഇവർക്ക് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. കൗൺസിലിംഗ് ആണ് മെയിൻ പരിപാടി. റീന അയർക്കുന്നോ. ഓക്കെ, നിലവിൽ ജോബ് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് നല്ലൊരു ട്രെയിനറും കൂടിയാണ്. 2 ലെവൽ റോയാലിറ്റിക്ക് എന്താണ് അർഹയാണ്. സുനിത മമ്പാട് വീട്ടമ്മയാണ്, ഇന്ന് 2 റോയാലിറ്റിക്ക് എന്താണ് അർഹയാണ്. യൂസുഫ് ആലുവ ടീച്ചറാണ്, റിട്ടയർ ആണ്. അതിന്റെ പുറമെ ചെറിയൊരു അച്ചാർ ഫാം ഉണ്ട്, അതിന്റെ കൂടെയാണ് ഡാമർ ലൈഫ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അച്ചാർ കമ്പനി ഉള്ളവൻ വേറെ എന്ത് ചെയ്യുന്നു, ഡാമർ ലൈഫ്സിന്റെ 5 അച്ചാറുകൾ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് രീതിയെ പറ്റി ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരേ ബിസിനസ് പോലെയല്ല ഇദ്ദേഹം കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇന്ന് അദ്ദേഹം 2 പെൻഷൻ എന്താണ് അർഹയാണ്. ഓക്കെ, ജംഷിദ കാവനൂർ വീട്ടമ്മയാണ്, ഇന്ന് 2 റോയാലിറ്റിക്ക് അർഹയാണ്. ഇൻസ്റ്റാൾമെന്റ് ബിസിനസ്, ഏത് വീടുകൾ കയറി ഇൻസ്റ്റാൾമെന്റിന് സാധനം കൊടുത്ത വ്യക്തി ഇന്ന് 2 റോയാലിറ്റിക്ക് എന്താണ് അർഹനാണ്. മാത്രമല്ല ഒരു കൂട്ടം റോയാലിറ്റിക്കാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരാണ് 2 റോയാലിറ്റി നേടിയെടുത്തിട്ടുള്ള ആളുകൾ. ഓക്കെ, ഇനി ധൈര്യപൂർവം വീട് കാറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന, പെൻഷൻ അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട, അടവിനെ പറ്റി ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകളെ ഞാൻ പരിചയപ്പെടുത്തുന്ന 3 റോയാലിറ്റിക്ക് അർഹരായിട്ടുള്ളത്. ഒന്ന് എൻ്റെ മെന്റർ, എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള സഫ്വാൻ സാർ. ഇദ്ദേഹം പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഡാമർ ലൈഫ് ചെയ്തത്, ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്തു. ഇതാണ് ഞാനും ഇദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവനിക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ എന്നെ കൊണ്ട് സാധിച്ചു. എൻ്റെ മെന്റർ, പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു കാലം ഇന്ന് നിൽക്കുന്നത് ഏകദേശം 10ാമത്തെ റോയാലിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ അതിവളർച്ചയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. 3 റോയാലിറ്റിക്ക് അർഹരാണ്. അതുപോലെ തന്നെ ഈരാട്ടുപേട്ടയിൽ കൗൺസിലറായി നിന്നിട്ടുള്ള അൻസന്ന ഈരാട്ടുപേട്ട, ഇവരുടെ ഹസ്ബൻഡ് ആയിരുന്നു ഈ ബിസിനസ് ഏറ്റെടുത്തത്. ഒരു 1.5-2 വർഷങ്ങൾ മുമ്പ് ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, ഇന്ന് ഇവരുടെ കുടുംബത്തിൽ 3 പെൻഷനാണ് ഡിയർ ഫ്രണ്ട്സ് എത്തുന്നത്. മനസ്സിലാക്കുക, മാസം നല്ലൊരു വരുമാനം അക്കൗണ്ടിലുണ്ട് ടീമിലൂടെ. ഓക്കെ, അസ്മാബി മാഡം ഫുൾ എനർജറ്റിക് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വളരെ ടീമിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല സാറേ, ടീമിന് മാക്സിമം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള മുദ്രാവാക്യം ഇവരുടേത് മാത്രമാണ്. ഓക്കെ, അസ്മാബി മാഡം ഇന്ന് 3 റോയാലിറ്റിക്ക്, മകൾക്ക് 2 റോയാലിറ്റി ഉണ്ട്. ചിന്തിച്ചു നോക്ക്, മരുമകൾക്ക്. ജസീറ മാഡം ഡാമർ ലൈഫ്സിന്റെ പ്രൊഡക്റ്റ് ഒരു മാക്സി കച്ചവടക്കാരൻ വീട്ടിൽ കൊടുത്തിട്ട് തുടർച്ചയായിട്ട് അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഇത് എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നതാ. ഇപ്പോഴും മാക്സി കച്ചവടക്കാരൻ ഈ ബിസിനസ്സിലില്ല. അയാൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. അയാൾ ഈ ബിസിനസ്സിനെ പറ്റി വേണ്ടതുപോലെ പഠിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സൈഡിൽ നിന്ന് 3 റോയാലിറ്റിക്ക് എന്താണ് അർഹയായിട്ട് നിൽക്കുകയാണ്. അയാൾ അത് ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവസരം കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല, കേട്ടിട്ട് കാര്യമില്ല, ഏറ്റെടുത്ത് ചെയ്യണം. ജസീറ ഉച്ചാരക്കടവ് 3 റോയാലിറ്റിക്ക് അർഹയാണ് ഡിയർ ഫ്രണ്ട്സ്.
ജാസ്മിൻ മമ്പാട് വീട്ടമ്മയാണ്, ചെറിയ ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ടും ഈ ബിസിനസ് എന്ത് ചെയ്തു, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്ന് 3 റോയാലിറ്റിക്ക് എന്താണ് അർഹയാണ്. ലീലാവതി മാഡം ഏകദേശം 19 വയസ്സുണ്ട്. അമ്പലത്തിൽ വിളക്കുകൾ കഴുകുന്ന പരിപാടിയായിരുന്നു തുടക്കത്തിൽ. ഡാമലൈസിന്റെ ഡിസ്കൗണ്ട് ഉപയോഗിച്ച് ഇന്ന് വരെ കാണാത്ത തെളിച്ചം വിളക്കിന് കണ്ടപ്പോൾ ആദ്യം ഒരു 10 പീസ് എടുത്തു, പിന്നെ ഒരു 20 പീസ് എടുത്തു, പിന്നെ ഇവരുടെ വീട്ടിലൊരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിംഗ് ആണ് ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് മലപ്പുറത്ത്. അതിലൂടെ കയറി വന്നാണ് ഇന്ന് മാസം 3 റോയാലിറ്റിക്ക് അർഹയും നല്ലൊരു വീടും ഡാമലൈസിലൂടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ എല്ലാ ട്രിപ്പുകളും അച്ചീവറാണ്. ഈ കാണിക്കുന്ന 3ാമത്തെ റാങ്കിൽ നിൽക്കുന്ന റോയാലിറ്റി അച്ചീവേഴ്സ് ഒക്കെ ഒരുവിധം എല്ലാ ടൂർ, മലേഷ്യ, ലക്ഷദ്വീപ്. ഓക്കെ, ഇപ്പൊ എന്റെ അച്ചീവ്മെന്റ്സ് പറയുകയാണെങ്കിൽ മലേഷ്യ അച്ചീവറാണ് ഞാൻ. മലേഷ്യയിൽ നിന്ന് MBA കഴിഞ്ഞ വ്യക്തി 100ഓളം പേരെയും കൊണ്ട് എന്ത് ചെയ്യാണ്, മലേഷ്യയിലേക്ക് പറക്കാൻ പോവാ. ക്ലിയർ. ഈ മാസം 26, 27 ബാംഗ്ലൂരിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൂർ പോകാനുള്ള അവസരമുണ്ട്. 13 പേർക്കും കൂടി ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. 100ലേറെ ആൾക്കാരെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് യാത്ര പോവുകയാണ്. ഇനി 10ാമത്തെ റാങ്ക് 4 റോയാലിറ്റി അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾ. ചിന്തിക്കുക, ഇവർക്കൊക്കെ 3 കിട്ടിയവർക്കൊക്കെ 3ത്തെ പെൻഷനും കിട്ടും. ഇനി 4 റോയാലിറ്റി 4 പെൻഷനായിട്ട് അക്കൗണ്ടിൽ വരുന്നവർ. ഷഹീമ മുജീബ് മേലാറ്റൂരിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡാമർ ലൈഫ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവരോട് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് അതിനേക്കാൾ വലിയ സേവനമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡാമർ ലൈഫ്സിലൂടെ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഡാമർ ലൈഫ്സ് ഫുൾ ടൈം കരിയറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്ന ലീഡറാണ് ഷഹീമ മാഡം. അഭിമാനമാണ്. ഇവരുടെ ടീമിലുള്ള ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ പ്രാർത്ഥനയ്ക്ക് 2 ഫലമുണ്ട്, ഒന്ന് ഡാമർ ലൈഫ്സ്, ഒന്ന് ഷഹീമ മാഡവും. ഓക്കെ, എനി ടൈം മണി എന്ന് പറയുന്നത് പോലെ എനി ടൈം സപ്പോർട്ടാണ് ഷഹീമ മാഡം. ATS ആണ് ഷഹീമ മാഡം. ഓക്കെ, ഇവര് 4 റോയാലിറ്റിക്ക് എന്താണ് അർഹയാണ്. ഇനി 5 റോയാലിറ്റി പിടിച്ചിട്ടുള്ള 8ാം ക്ലാസ്സുകാരി. ഓക്കെ, 55 ലക്ഷം രൂപയുടെ വീട്, 57 പവനോളം ഗോൾഡ് കോയിൻ, 10 ലക്ഷം രൂപ വരുന്ന കാറ്, ബൈക്ക്, ഒരു മോനിക്ക് എന്ത് ചെയ്തു, ഒരു സ്ഥിര വരുമാനം. ഇന്ന് 5 റോയാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഒക്കെ വെച്ച് നോക്കുകയാണ്, ഒരു 3.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയോളം എന്തുണ്ടാവും, റോയാലിറ്റി മാത്രം ഉണ്ടാവും, ടീം ബോണസ് വേറെ. അതിന് അർഹയായിട്ടുള്ള കേവലം വെറും 8ാം ക്ലാസ്സുകാരി. ഓക്കെ, സെലീന മാഡം. ഇന്ന് 8ാം ക്ലാസ്സുകാരി എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എഴുതിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പണം ഒരു സാധാരണക്കാരനെ മാറ്റി ഇന്ന് കരുവാരംകുണ്ടിലെ ഏറ്റവും നല്ല ബിസിനസ്സുകാരി എന്നുള്ള പേരും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ വേർഡുകളില്ല. ദ അയൺ ലേഡി എന്നൊക്കെ പറയേണ്ടി വരും. ഓക്കെ, ഇത്രയും പേരെ വിജയത്തിലേക്ക് എത്തിച്ചപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, 26ാമത്തെ വയസ്സ് 24ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഏറ്റെടുക്കുന്ന മേഖലയ്ക്ക് എന്തെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, കാരണം ഒരു യുവാവിന്റെ ജീവിതം എന്ന് പറയുന്നത് 24 വയസ്സിന്റെയും 32 വയസ്സിന്റെ ഇടയിലുള്ള ലൈഫാണ്. 35 വയസ്സ് കൂടി വന്നാൽ. ഓക്കെ, പഠിച്ചത് MBA ആണ്. അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവുകൾ തുടക്കത്തിൽ വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് ഡാമർ ലൈഫ്സിന്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും പല നെഗറ്റീവുകൾ വന്നിട്ടും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടെ ഉള്ളവന്മാര് വീട്ടമ്മയാണോ സാധാരണക്കാരാണോ പവർ ഉള്ളവനാണോ ഒന്നും നോക്കാതെ പണിയെടുക്കുന്നവന്റെ കൂടെ നിന്ന് കൊടുത്തിട്ട് അവരെ വേണ്ടതുപോലെ എൻ്റെ അറിവിനെ അവർക്ക് എന്തായി ഒരു മാർഗമാക്കി കൊടുത്തുകൊണ്ട് ഇത്രയും പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എൻ്റെ കൂടെ ബിസിനസ് തുടങ്ങി അതേ ആളുടെ റാങ്കിൽ തന്നെ കയറി നിൽക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കൂടെ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടുള്ളോ അതെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പൂരം എന്താന്ന് നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ കാണിച്ചു തരാം. കാരണം ഈ റോയാലിറ്റി കമ്പനി കൊടുക്കുന്നത് ജനുവരി 31 ശേഷമാണ്. ഓക്കെ, അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബിസിനസിന്റെ വളർച്ച എന്താന്ന്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം എന്തോ ആവട്ടെ, ഇതിലും വലുത് കണ്ടോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഇതിലും വലുത് കാണും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ BMW ബെൻസിനൊക്കെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേരള യാത്രയെ പറ്റിയിട്ട് 2026 പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ MD ജസീം സാറിന്റെ ഒരു 2 കോടിയൊക്കെ വിലയുള്ള ഒരു വണ്ടി, അതിന്റെ തൊട്ട് താഴത്ത് എന്റെയും സെലീന മാഡത്തിന്റെയും ഒരു ബെൻസ്, അതിന്റെ തൊട്ട് താഴത്ത് റോയാലിറ്റി പിടിച്ചു എടുത്തിട്ടുള്ള ഒരു 100ഓളം ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ കാറ്, മൊത്തത്തിൽ ഒരു കേരള യാത്ര. ഓക്കെ, കളിയാക്കിയവന്മാർ കാണട്ടെ എന്നെ, കേരളം മൊത്തം പടർന്നു പിടിച്ചിട്ടുള്ള ഡാമർ ലൈഫ്സ് എന്താന്നുള്ളത്. ഓക്കെ, ഇപ്പോഴും പറയുന്നു, വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. സോ ഡിയർ ഫ്രണ്ട്സ്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇന്ന് തുടങ്ങാം. ഒരവസരം കേട്ട ഉടനെ എന്ത് ചെയ്യാം, തുടങ്ങാം.
പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓഫർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യാം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് നിങ്ങൾ കാണുന്ന പല കടകളും പല ഷോപ്പുകളും പല ഷോപ്പിംഗ് മാളും ഓഫർ ഉണ്ടായിട്ടാണോ ബിസിനസ് തുടങ്ങിയത്? ഓഫറിൽ ബിസിനസ് തുടങ്ങി എത്ര പേര് ഇന്ന് ബാക്കിയുണ്ട്? ഓക്കെ, അപ്പോൾ ഈ ഓഫറിലൊക്കെ ബിസിനസ് തുടങ്ങുന്ന ആൾ ഈ ബിസിനസ്സിനെ കാണുന്നത് ഏത് രൂപത്തിലാ? കടയിൽ നിന്ന് ഓഫറിൽ കിട്ടുന്ന ഒരു സാധനമായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കമ്പനിയുടെ സ്കാനറാണ്. ലീഡേഴ്സ്, നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളും ഈ സ്കാനർ ഒന്ന് അയച്ചു കൊടുക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ഇന്ന് തന്നെ ഒരു 8420 രൂപ അടിച്ചിട്ട് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുക. തുടക്കം കുറിക്കുന്നുണ്ടെങ്കിൽ ഇന്നാണ് അതിന് ബെസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സ് ആണ്. ചെറിയ മുതൽ മുടക്കിൽ നിത്യോപയോഗ സാധനത്തിലൂടെ വിജയിക്കാൻ പറ്റിയ ഒരു പിടിവള്ളിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്ന മീറ്റിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, 1 മണിക്കൂർ കൊണ്ട് തീർക്കും. ഇത് പുതിയ അപ്ഡേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാണ്. അപ്പൊ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ചെയ്യാം, പേയ്മെന്റ് ഇപ്പൊ ചെയ്യാം. ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിച്ചു തരിക, നമുക്ക് നോക്കാം എത്ര പേര് ഇതിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു ഓഫറും ഇല്ലാതെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഇന്നലെ ഒരു ഓഫർ അവസാനിച്ചതാണ്. ഒരു അംബ്രല്ലയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു അല്ലേ, ഹോം ഷോപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്നൊരു ഗിഫ്റ്റ്. ആരെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം റെഡി അല്ലെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യണേ. ആരെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ലീഡേഴ്സ്, നിങ്ങൾക്ക് ഈ പ്ലാന് അറിയണമെന്നുണ്ടെങ്കിൽ, വീണ്ടും കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് വീണ്ടും കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നാളെയോ മറ്റന്നാളോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പേയ്മെന്റ് നിങ്ങൾ പിന്നെ ചെയ്താലും മതി. ഓക്കെ, ഓക്കെ, നവാസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ് നിങ്ങൾ പിന്നെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ച് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ചെയ്താലും മതി. ഓക്കെ, ഈ പ്രോഗ്രാമിന് ശേഷം തീരുമാനമെടുത്തവർ എന്ത് ചെയ്യുക, ഒന്ന് മീ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സബീന ബി വി എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഫാത്തിമ മീ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, റുബീന മാഡം എസ് അല്ലെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സുരേഖ മാഡം ചെയ്യുന്നുണ്ട്. ഞാൻ സമയം വൈകിക്കേണ്ട, 9 മണിയോളം ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അതിന്റെ പേയ്മെന്റുകൾ ചെയ്യിക്കായിരുന്നു. തഷീറ പൊന്നി ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര്, കമറുൻ നിസ, രുക്മിണി മാഡം, വെരി ഗുഡ്, ചന്ദ്രിക മാഡം, ഓക്കെ, ഖദീജ മാഡം, ഓക്കെ, ഷൈമ മാഡം, ഓക്കെ, ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഓഫറും കൂടി തന്നേക്കാം. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സ് കാണിച്ചവരാണ്, ചെയ്യാൻ മനസ്സ് കാണിച്ചവരാണ്. അപ്പം നിങ്ങൾക്കുള്ള ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കൊടയുടെ ഓഫർ 1 മണിക്കൂറിൽ വരെ നീട്ടിത്തരാം, 11 മണി വരെ തരാം. ഓക്കെ, ആ കുടയുടെ ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാമർ ലൈഫ്സിന്റെ ഒരു അംബ്രല്ല, അതായത് ഡാമർ ലൈഫ്സിന്റെ ബ്രാൻഡ്. നിങ്ങൾ ആ കൊട ഓപ്പൺ ചെയ്താൽ തന്നെ ഇതേതാ കൊട എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ഓക്കെ, ആ അംബ്രല്ലയുടെ ഓഫർ നിങ്ങൾക്ക് നീട്ടി തരികയാണ്. 500 പോയിന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാമർ ലൈഫ്സിന്റെ 3 ഫോൾഡ് അംബ്രല്ല എന്ത് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. 1,800 രൂപയോളം വില വരുന്ന അംബ്രല്ലയും, അക്കൗണ്ടിൽ ക്യാഷ് കിട്ടും, സിൽവർ സ്റ്റാർ ആവും, അതുപോലെ തന്നെ എന്താണ്, പ്രൊഡക്ട്സും കിട്ടും. അതിന്റെ പുറമെ ഒരു കുടയും കൂടി. മഴക്കാലമാണ്, ഡാമർ ലൈഫ്സിന്റെ കുടകൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നടക്കണം മാർക്കറ്റിലൂടെ. അപ്പൊ ഡാമർ ലൈഫ്സ് അറിയട്ടെ, 4 ആൾ അറിയട്ടെ, ഓക്കെ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രാൻഡിനെ ബ്രാൻഡാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ഒരു ഓഫർ തന്നിട്ടുള്ളത്. ഇനി 250 പോയിന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 2 പേരിൽ ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ എന്തുണ്ടാവും, കൂടെ കിട്ടും, 2-ൽ ഒരാൾക്ക്. ഓക്കെ, അപ്പോൾ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഡൺ എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് തയ്യാറാണ്. ഓക്കെ, സോ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് താല്പര്യമുള്ളവര് ഒന്ന് ടി ടൈപ്പ് ചെയ്യാവോ, ടി, ട്രെയിനിങ്ങിന്റെ ടി ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഹോം ഷോപ്പിക്ക് ഓർഡർ പേയ്മെന്റ് ചെയ്യുന്ന ഉറപ്പുള്ളവര് എം അല്ലെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക.
മീറ്റിംഗ് ആവശ്യമുള്ളവർ ടി ടൈപ്പ് ചെയ്യുക. ഓക്കെ. സോ അടുത്ത ട്രെയിനിങ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു 6ഓളം റോയാലിറ്റി അച്ചീവേഴ്സ് കൂടിയിട്ട് അവരുടെ എക്സ്പീരിയൻസ്, ഒരാൾ പ്ലാൻ പറയും, ഒരാൾ അതിൽ നിന്ന് കിട്ടിയ വരുമാനവും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ. അപ്പോൾ അവരുടെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ചിലരൊക്കെ പറയും കേട്ടതന്നെയല്ല കേൾക്കുന്നത്, പിന്നെ എന്തിനാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്? എന്നാൽ നാളെ നീ ക്ലാസ് എടുക്കുന്നു പറഞ്ഞാലോ? ഞാൻ കേട്ടതന്നെയല്ല കേൾക്കണത്, പിന്നെ എന്തിനാ മീറ്റിങ്ങിന് വരുന്നതെന്ന് ചോദിക്കുന്നവനോട് എന്നാൽ നാളത്തെ ക്ലാസ് നീ എടുക്കുമെന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. ഞാനോ? ഓക്കെ. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? മീറ്റിങ്ങിൽ വരുന്നുണ്ട്, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, ദഹിക്കേണ്ടത് ദഹിക്കുന്നില്ല, വേണ്ടതുപോലെ അതിനെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കുന്നില്ല. ഓക്കെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് മീറ്റിംഗിൽ കയറിയവരൊക്കെ നിങ്ങൾക്ക് കിട്ടിയ അതിമനോഹരമായിട്ടുള്ള ഒരു അവസരം. പുതിയ മെമ്പേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, തീരുമാനം അതെടുക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമാണ് എൻ്റെ വിജയത്തിനും നിങ്ങൾ മുകളിൽ കണ്ടിട്ടുള്ള ആളുകളുടെയും വിജയത്തിന് കാരണം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാവരെയും പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തികളാക്കി മാറ്റിത്തരും. ഓക്കെ. അത് ആരായാലും, എത്ര കഴിവ് കെട്ടവനാണെന്ന് ജനങ്ങള് മുദ്ര കുത്തിയവനാണെങ്കിൽ കൂടി നിങ്ങളെ വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ശക്തമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി മറ്റുള്ള MLM കമ്പനി ചെയ്ത് പണം നഷ്ടപ്പെട്ടവരാണെങ്കിൽ കൂടി, അഭിമാനം നഷ്ടപ്പെട്ടവരാണെങ്കിൽ കൂടി പോര്. ഇന്ന് റോയാലിറ്റിയിൽ പിടിച്ചിട്ടുള്ള ഒരു ലീഡർ 9ഓളം കൺസെപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടുള്ള ലീഡറാ. അവരൊന്നും 2 റോയാലിറ്റിക്ക് അർഹയാണ്. 9 കൺസെപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അയക്കുക. അപ്പൊ ഇത്രയും നേരം 300ഓളം പേരുണ്ടായിരുന്നു. 60 പേർക്ക് ക്ഷമയുടെ നെല്ലിപ്പഴ പോയിട്ടുണ്ടാവും. ഓക്കെ. ഇത്രയും നേരം എന്നെ ശ്രവിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. കൂടെ നിങ്ങൾക്കൊക്കെ റോയാലിറ്റി അച്ചീവേഴ്സ് ആയിട്ട് മാറാനും, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് അയച്ച നാളെ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, അതാണ് ഡയമണ്ട് ലൈഫ്സ്. ഓക്കെ. പുതിയ തീരുമാനം എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ഡയമണ്ട് ലൈഫ്സിലൂടെ ലഭിക്കും. അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ MC ദീപാ മാഡത്തിനെ ക്ഷണിക്കുന്നു. ദീപാ മാഡം പ്ലീസ്. ദീപാ മാഡം ലൈനിലുണ്ടോ? ഓക്കെ. ഇന്നത്തെ ഈ 2 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സാറ് നമുക്കിന്ന് ട്രെയിനിങ് തന്നിരിക്കുന്നത്. അപ്പോ ഈ 2 മണിക്കൂർ നമ്മൾ എത്രത്തോളം നമ്മുടെ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു തിളക്കമൊക്കെ കാണുന്നുണ്ട് ഞാന്. കാരണം വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ റിയാലിറ്റി ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു അവസരം നമുക്കിവിടെ തുറന്നു തന്നിരിക്കുകയാണ് നമ്മുടെ അലി സാറ്. അപ്പോ മാക്സിമം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ചെറിയ ചെറിയ തുടക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയ നെഗറ്റീവുകളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ ഒരു റോയാലിറ്റി അച്ചീവർ ആകാനായിട്ടുള്ള ശ്രമം എല്ലാവരും നടത്തുക. ഇന്നത്തെ ഓഫർ മാക്സിമം എല്ലാവരും വിനിയോഗിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവരും പെൻഷൻ പറ്റുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.